ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെഷനിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. ഈ മാസത്തെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെഷനാണ്. കഴിഞ്ഞ രാത്രിയിൽ വലിയവനായ ദൈവം നമ്മോട് സംസാരിച്ചു. അഭിഷക്തനിലൂടെ ശക്തമായ ദൂതുകൾ നൽകി. ആ നല്ല കർത്താവിന് എല്ലാ മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഇന്ന് വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അപ്പോൾ തന്നെ വടക്കേ ഇന്ത്യയുടെ മിഷണറി പ്രവർത്തനങ്ങൾക്കായി പര്യടനം കഴിഞ്ഞ് ആരോഗ്യത്തോടെ ആയുസ്സോടെ ശുഭകരമായി യാത്ര ചെയ്ത് മടങ്ങി വന്ന അഭിഷക്തൻ നമ്മുടെ ബഹുമാന്യ MA വർഗീസ് അവരുകളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ദൈവവചനം ശുശ്രൂഷയ്ക്കായി പകലും രാത്രിയും ദൈവനിയോഗത്തോടെ ക്ഷണം സ്വീകരിച്ച് വന്നു ചേർന്ന ഞങ്ങൾ ബഹുമാനിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തനാണ്. ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസനാണ് ജോർജ് ഫിലിപ്പ്. കർത്താവിൻ്റെ അഭിഷക്തനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ ഒന്നിച്ച് സൗദി അറേബ്യയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന പാസ്റ്ററാണ് മോഹനൻ നായർ പാസ്റ്റർ. അദ്ദേഹം ചന്തവിള IPCയുടെ പാസ്റ്ററാണ്. കർത്താവിൻ്റെ ദാസനിൽ നിന്ന് നമ്മുടെ മധ്യേ കടന്നു വന്നു. രാജീവ് പാസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലിപ്പ് അച്ചായൻ എന്നാണ് ഞങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഭയിലെ ഞാനൊരു വിശ്വാസിയായിരുന്നു. ഞാൻ മോഹനൻ പാസ്റ്ററൊക്കെ അനേക നാളുകൾ സൗദി അറേബ്യയുടെ ആ സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാത്ത രാജ്യത്ത് അനേക ആത്മാക്കളെ നേടുവാൻ ഈ കർത്താവിൻ്റെ അഭിഷക്തനെ ദൈവം കരങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ തന്നെ ഈ കർത്താവിൻ്റെ അഭിഷക്തൻ്റെ ചർച്ചിൽ ആരാധിച്ചു കൊണ്ടിരുന്ന മിക്ക വിശ്വാസികളും ഇന്ന് ശുശ്രൂഷയിലാണ്. അവരെ കൈപിടിച്ചുയർത്തുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള സമയം ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? നമ്മോട് തൊട്ട് സംസാരിക്കുന്ന ഒരു ദിവസമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷക്തൻ ഫിലിപ്പ് എന്ന് ഞങ്ങൾ പറയുമെങ്കിലും ജോർജ് ഫിലിപ്പ് പെരുമ്പട്ടി ദൈവദാസനെ റാന്നിക്കടുത്ത് പെരുമ്പട്ടി എന്ന ദേശത്തു നിന്നാണ് കടന്നു വന്നത്. രാവിലെ എത്തിച്ചേരുവാനിടയായി. കർത്താവിൻ്റെ അഭിഷക്തനെ വൈകുന്നേരവും രാവിലെ നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള സമയം പ്രാർത്ഥനയോട് ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകളും കർത്താവിൻ്റെ ദാസന് കൈമാറുകയാണ്. ആദരപൂർവ്വം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു. ഹലോ. പ്രൈസ് ദി ലോർഡ്. പോരാ, സ്തോത്രത്തിന് ശബ്ദം പോരാ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരിക്കൽ കൂടെ അടയ്ക്കട്ടെ. എല്ലാ കണ്ണും അടച്ച് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥന. വായ തുറന്നു പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയാനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വാ തുറന്ന് കപ്രനൂമിലെ ശതാധിപൻ ഒരു കാര്യം പറഞ്ഞു. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം വരും. ഇന്നൊരു വലിയ പ്രസംഗം കേട്ട് പോകാൻ വന്നതല്ല. ദൈവത്തിൻ്റെ ഒരു ശബ്ദം മതി, ദൈവത്തിനൊരു വാക്ക് മതി. എൻ്റെ ശരീരത്തിൽ ഇത് വിടുതലായി, എൻ്റെ കുടുംബത്തിൽ വിടുതലായി, എൻ്റെ സഭയ്ക്കകത്ത് വിടുതലായി, എൻ്റെ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ വിടുതലായി. ആമേ തീർക്കാൻ ദൈവശക്തനാണ്. അത് വിശ്വസിച്ചുകൊണ്ട് ആമേ അല്പസം വാ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ എന്നോട് സംസാരിക്കണമേ, നീ എന്നോട് സംസാരിക്കണമേ. അന്യരാത്രയുടെ ശക്തികൾ അഴിയണം, അന്ധകാര ശക്തികൾ അഴിയണം, ദുഷ്ടന്റെ പദ്ധതി പൊളിയണം. ജനത്തെ ക്ഷീണിപ്പിക്കുന്ന, ജനത്തെ മനസ്സ് മടുപ്പിക്കുന്ന, ജനത്തെ ഒതുക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തി വ്യാപാരങ്ങൾ കെട്ടുപൊട്ടി മാറട്ടെ. ആത്മാവ് ചേമെടുക്കട്ടെ. ഉടമനഭൗഷ പരിശുദ്ധാത്മാവ് ചേമെടുക്കട്ടെ. കാലം പരിശുദ്ധാത്മാവ് ചേമെടുക്കട്ടെ. ദൈവമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഈ ജനത്തെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചേമെടുക്കുകയാ, യേശുവിന്റെ നാമത്തിൽ ചേമെടുക്കുകയാ.
അതിനെ സമർപ്പിക്കുന്നു. അതിൻ്റെ നാവോടുകൂടിയിരിക്കണമേ. എൻ്റെ ഹൃദയത്തിലെ ധ്യാന വായിലെ വാക്കുകൾ ദൈവജനത്തിന് പ്രയോജനമായി നിനക്ക് പ്രസാദമായിരിക്കാൻ സംഗമിടിയാക്കണമേ. ഈ ജനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാദിയോടൊന്ന് ഞങ്ങളുടെ മധ്യേ പ്രവർത്തിക്കുമാറാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തെ ഒരിക്കലൂടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പൽക്കാലത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ എം.എ. വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി പാസ്റ്റർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ അസിസ്റ്റൻ്റായി സൂക്ഷിക്കുന്ന രാജീവ് പാസ്റ്റർക്കായി സ്തുതിക്കുന്നു. അതുപോലെ സ്തോത്രം കടന്ന മോഹൻ പിള്ള പാസ്റ്റർക്കായി സ്തോത്രം. കടന്ന ദൈവമക്കൾക്കായി എല്ലാം സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ഇവൻ്റെ സ്നേഹവന്ദനം ഇന്ന് പലകാലം അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ആദ്യമായി ചെല്ലുന്നിടത്തൊക്കെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. തോമസ് കുട്ടി പാസ്റ്റർക്കറിയാം, മോഹനപിള്ള പാസ്റ്റർക്കറിയാം. ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ചതാ. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് തന്ന ദർശനത്തിനനുസരിച്ച് തുടങ്ങുവാനും നേതൃത്വം കൊടുക്കുവാനും കർത്താവ് ഇടയാക്കി. 26 വർഷം ആ സൗദിയുടെ മണ്ണിൽ കുടുംബമായിട്ടായിരിക്കാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. പുകഴുവാനൊന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല, എന്നാൽ സ്തോത്രം ചെയ്യാനുണ്ട്. തോമസുട്ടി പാസ്റ്റർ പറഞ്ഞതുപോലെ ഇന്ന് 50-ൽ പരം ദൈവമക്കൾ ദൈവദാസന്മാരായി ഈ രണ്ടുപേരുൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. അത് കേട്ട് പലപ്പോഴും സ്തോത്രം ചെയ്യാൻ വകയുണ്ട്, പ്രശംസിക്കാൻ ഒന്നുമില്ല. കാരണം എനിക്കൊരു പാരമ്പര്യമില്ലാത്തവനാ. അല്ലെ, ഒത്തിരി അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ടെങ്കിലും സാക്ഷ്യങ്ങൾ അത്യാവശ്യം മാത്രം പറയത്തുള്ളൂ. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഒരിക്കലും സ്തോത്ര കെട്ടുകഥ പറയാറില്ല, പത്രവാർത്ത പറയാറില്ല. പ്രൈസ് ഹലോ. അനുഭവം പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അത് പ്രാഗൽഭ്യത്തോടെ പറയുന്നത്. പ്രൈസ് ഹലോ. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയട്ടെ. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോ തൊണ്ടയ്ക്ക് പ്രയാസമുണ്ട്. ദയവേത് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇടയ്ക്ക് കയറി എൻ്റെ തൊണ്ടയ്ക്ക് പ്രയാസമെന്നോർത്ത് ഇടയ്ക്ക് കയറി പാട്ട് പാടല്ലേ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സഭയിൽ സ്ഥലം പറയുന്നില്ല, സ്തോത്രം, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മാമ്മ കയറി പാട്ട് കിട്ടു. പ്രൈസ് ഹലോ. ഞാൻ നിർത്താൻ പറഞ്ഞവിടെ, ഇല്ലെങ്കിൽ ഞാൻ നിർത്തുക എന്ന് പറഞ്ഞു. സ്തോത്രം. അമ്മാമ്മ നിർത്തിയില്ലെങ്കിൽ ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു. സ്തോത്രം. നിർത്തി. ഞാൻ അന്വേഷിച്ചു, എൻ്റെ ശുശ്രൂഷ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? അല്ല, അമ്മാമ്മ പ്രൈസ് ഹലോ ദൈവദാസന് തൊണ്ടയ്ക്ക് ആശ്വാസം കിട്ടണമെന്ന് ഓർത്ത് പാടാൻ തുടങ്ങിയതാ. ഞാൻ പറഞ്ഞു അങ്ങനെ ആരും പാടരുത്. ഹലോ, നമുക്കൊന്നിച്ച് അവസാനം പാടി ആരാധിച്ചിട്ട് ഞാൻ ഇരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഈ ദൈവദാസന്മാർക്കറിയാം സൗദി അറേബ്യയിൽ എയർ ടൈറ്റ് മുറിക്കകത്താണ് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. എങ്കിലും സ്തോത്രം മാക്സിമം സൗണ്ടിലാണ് ഞാൻ ശുശ്രൂഷിക്കാറുള്ളത്. ദൈവമക്കളൊക്കെ ഞങ്ങൾ ശക്തമായി കൈയടിച്ച് ദൈവത്തെ ആരാധിക്കും. മൈക്ക് ഉപയോഗിക്കത്തില്ലെന്നേ ഉള്ളൂ. പല പ്രാവശ്യം പോലീസ് പിടിക്കേണ്ട സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ സഹോദരന്മാരുൾപ്പെടെ ഞാനുൾപ്പെടെ അനേക സന്ദർഭങ്ങൾ പോലീസ് ഇന്നവിടെ സ്വാതന്ത്ര്യമാണ്, ഇനിയും പള്ളിയും പണിയാൻ പോകുന്ന കഴിഞ്ഞ ദിവസം ന്യൂസ് കിട്ടി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാൻ വന്നത് അത്രമാത്രം ഞാൻ പല പ്രാവശ്യം ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ശത്രുവിനിൽ പെടുവാൻ സ്വന്തമിടയാക്കിയിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത് ശക്തമായി ശബ്ദമെടുത്താണ് ഞാൻ ശുശ്രൂഷിക്കാറുള്ളത്. സ്തോത്രം. ഇന്ന് വരെ ഈ ബുധനാഴ്ചയും ശുശ്രൂഷിച്ചു, നല്ല ശബ്ദത്തിലാണ് ശുശ്രൂഷിച്ചത്. തിങ്കളാഴ്ച ശുശ്രൂഷിച്ചു, ചൊവ്വാഴ്ച ശുശ്രൂഷിച്ചു, ബുധനാഴ്ച ശുശ്രൂഷിച്ചു. എല്ലാം ദൈവം തന്ന ശബ്ദമെടുത്താണ് ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ. ഈ 3 മീറ്റിങ്ങിലും മൈക്കൊന്നുമില്ലായിരുന്നു, എല്ലായിടത്തും ഒന്നും കേട്ടത്തില്ല. ഞാൻ പറയാൻ വന്നത് സ്തോത്രം, അനേക ദൈവദാസന്മാരനെ ഉപദേശിച്ചു, ശബ്ദം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇത് വേഗത്തിൽ അടയും. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു പോയി. സത്യമാണ്. സ്തോത്രം. ഞാൻ എല്ലാത്തിനെയും പുസ്തകം എനിക്ക് സാക്ഷിയാണ്.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ തരുന്ന ആരോഗ്യവും നീ തരുന്ന ശബ്ദവും ഞാൻ കർത്താവിന് വേണ്ടി അവസാനം വരെ ഉപയോഗിക്കും. എൻ്റെ ശബ്ദം നോക്കി, എൻ്റെ ആരോഗ്യം നോക്കി ഞാൻ ഒരിക്കലും ഒരിടത്തും ശുശ്രൂഷിക്കുകയില്ലെന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ ഉടമ്പടി ചെയ്തവനാണ്. ഹല്ലേലൂയ. ഇതുവരെ കഴിഞ്ഞ 38 വർഷമായി അല്പമായ തോതിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. ഇതുവരെ വാക്കുപാലിക്കാൻ കർത്താവ് എനിക്കിടയാക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയാൻ വന്നത്, എന്നൊക്കെ ഒരു 16 വർഷത്തിനും 13 വർഷത്തിനു മുമ്പ് എൻ്റെ തൊണ്ട പൂർണ്ണമായി അടയുവാനിടയായി. സ്തോത്രം. അനേക കർത്തദാസന്മാർ, ഞാൻ ഇവിടെ ഞാനും പറയുന്നത്, നേരത്തെ ചർച്ചക്കോടിൻ്റെ ഓവർസിയർ ആയിരുന്ന പാസ്റ്റർ എം കുഞ്ഞപ്പി, എന്നെ വളരെ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്തദാസന. അതുപോലെ ഞാൻ IPC ബന്ധത്തിലാണ് ആയിരിക്കുന്നത്. അനേക ദൈവദാസന്മാർ ദൈവമക്കളിനെ ഉപദേശിച്ചു, ശബ്ദമെടുക്കരുത്. കുഞ്ഞപ്പച്ചാൻ എപ്പോഴും പറയും, ഫിലിപ്പേ ഞാൻ തുടങ്ങുന്നത് പോലെ തുടങ്ങിയിട്ട് അവസാനം ചൂടാകണം. ഞാൻ പറയാം, അച്ഛാ, ആദ്യത്തെ ചൂടും അവസാനത്തെ ചൂടും എല്ലാം എനിക്ക് ഒരുപോലെ, എനിക്കത് അറിയത്തില്ല. ദൈവം തന്നതനുസരിച്ച് പോകുകയാണ്. ചുരുക്കി പറയട്ടെ, 13 വർഷത്തിന് മുമ്പ് റാന്നി പുഴുക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു IPC സഭയിൽ ഇതുപോലെ ഒരു ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ശബ്ദം പൂർണ്ണമായി പോയി. എനിക്ക് ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവദാസൻ പറഞ്ഞു, സ്തോത്രം, വേഗത്തിൽ ഇതിനു മുമ്പ് നിങ്ങളൊക്കെ അറിയുന്ന കർത്താവിന് വേണ്ടി നന്നായി ശോഭിച്ചു കൊണ്ടിരുന്ന കർത്തദാസനാണ് പാസ്റ്റർ KK ചെറിയാൻ. സ്തോത്രം. ഇന്ന് അദ്ദേഹം ക്ഷീണാവസ്ഥയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം എന്നും എന്നെ വളരെ സ്നേഹിച്ച വ്യക്തിയാണ്. സ്തോത്രം. ഡിസ്ട്രിക്റ്റിൽ എനിക്ക് അനേക അവസരങ്ങൾ, മാസയോഗങ്ങൾക്കും സ്തോത്രം കൺവെൻഷനുകൾക്കൊക്കെ എനിക്ക് അവസരങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. അദ്ദേഹം പറയും, നീ ഇങ്ങനെ ശബ്ദം എടുക്കരുത്. സ്തോത്രം. എത്ര നാളിങ്ങനെ പോകുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ചില ദേവാസങ്ങളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ചുരുക്കി പറയട്ടെ, ഞാൻ കോഴഞ്ചേരി മുത്തൂറ്റുള്ള സ്തോത്രം ഒരു ENT ഡോക്ടറെ കണ്ട്, ഡോക്ടർ മാത്യു തരകൻ. ഇന്നും അദ്ദേഹം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം കണ്ടോടെ ചോദിച്ചു, പാസ്റ്റാണോ? ഞാൻ പറഞ്ഞതേ. പറഞ്ഞു, സ്തോത്രം. എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഈ തൊണ്ടയ്ക്ക് ശബ്ദം വരുന്ന വോക്കൽ കോഡ് നീര് വെച്ച് വല്ലാത്ത സ്ഥിതിയിലാണ്, ഒരു മേജർ ഓപ്പറേഷൻ നിങ്ങൾ വിധേയനാകണം. എന്നോട് പറഞ്ഞു, ഒരു കാര്യം പറയാം, ഓപ്പറേഷൻ നടന്നാലും ശബ്ദം തിരിച്ചു കിട്ടുമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. അല്ല, നിങ്ങൾ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം പൂർണ്ണമായി പോകും, നിങ്ങൾ നിശബ്ദനായി മാറുമെന്ന് പറഞ്ഞു. എല്ലാം കേട്ട് മറുപടി പറഞ്ഞില്ല. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് ഓപ്പറേഷൻ വിധേയനാകണമെന്ന് പറഞ്ഞു. എൻ്റെ മിസ്സസ് എന്നോട് കൂടെ ഉണ്ട്. സഹോദരന്മാർക്കും ബീനായ്ക്കൊക്കെ അറിയാം. സ്തോത്രം. ശക്തമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഹോദരിയാണ് സൗദി അറേബ്യയിലും ഇവിടെയൊക്കെ. സ്തോത്രം. 2 ഓപ്പറേഷൻ വിധേയതായത്. തൊണ്ടയ്ക്ക് തൈറോയിഡിൽ ട്യൂമർ വന്ന് അങ്ങനെ വരെ ഓപ്പറേഷൻ കഴിഞ്ഞതാ. അവിടുന്നെല്ലാം കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. അതുകൊണ്ട് സഹോദരി പറഞ്ഞു, എൻ്റെ പുഴുത്തി പറയല്ല, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി എന്നെപ്പോലെ ഇറങ്ങിയൊരു സഹോദരി ആയതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയ്ക്ക് വലിയ സപ്പോർട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയട്ടെ, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് 21 ദിവസം പ്രോഗ്രാമെല്ലാം ക്യാൻസൽ ചെയ്ത് ഭാഗികമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഒന്നേ ദൈവത്തോട് പറഞ്ഞുള്ളൂ, ദൈവമേ, ഞാൻ ഇംഗില വിളിച്ചിട്ട് പോയ ശബ്ദമല്ല, ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് പോയ ശബ്ദമല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് പോയ ശബ്ദമല്ല, നിന്നെ പ്രസംഗിച്ചിട്ട് പോയ ശബ്ദമാണെങ്കിൽ തിരിച്ചു തരാൻ നീ ഉത്തരവാദിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ അവസാനിച്ചു. ഞാൻ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്തു. ഹല്ലേലൂയ. 21 ദിവസം കഴിഞ്ഞ് 21 ദിവസം ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ മുന്നോട്ട് ഇറങ്ങുകയാ. സ്തോത്രം. നീ എൻ്റെ തൊണ്ട തുറന്നാൽ ഞാൻ ശക്തിയോടെ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ സ്തോത്രം സ്തോത്രം ഞാൻ മൗനമായിരിക്കും. പിറ്റേ ദിവസം എനിക്ക് കോട്ടയത്ത് ചർച്ചക്കോടിൻ്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ അന്നായിരുന്ന പാസ്റ്റർ ചാക്കോസ്കർ എന്ന അദ്ദേഹം ഡാലസിലുണ്ട്, ഫിലദൽഫിയയിലുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞ, ഡിസ്ട്രിക്റ്റിൻ്റെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശുശ്രൂഷിക്കാൻ വരണം. പകൽ കണ്ടിന്യൂസ് 10 മുതൽ 4 വരെ അതുകൊണ്ട് വരണം. ഞാൻ വാക്ക് കൊടുത്തു. അവിടെ ചെന്ന് അവരോട് വേഗത്തിൽ പറയാം. അവരോട് പറഞ്ഞു, കാര്യം പറഞ്ഞു, ഇതാ കാര്യം, നിങ്ങൾ പ്രാർത്ഥിച്ചോണം കൃപയാൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ വിടുവിച്ച അന്ന് മുതൽ പ്രൈസ് ദി ലോർഡ് ഞാൻ പറഞ്ഞോലെ ഈ ആഴ്ച പ്രൈസ് ദി ലോർഡ് ഇത് 4ാമത്തെ ശുശ്രൂഷയാ. ഇതുവരെ എൻ്റെ കർത്താവിനെ നടത്തി.
അതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല. ഇതുപോലെ ഞാൻ പോകുന്ന സഭകളിലൊക്കെ പറയും, അനേക ദൈവമക്കൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ശബ്ദത്തെ ദൈവം നിലനിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഞാൻ വയസ്സ് 69 ഇതുവരെയും ക്ഷീണിക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്യാൻ, ശക്തിയോടെ ആരാധിക്കാൻ സ്വർഗം എന്നെ ബലപ്പെടുത്തിയിരിക്കുകയാ. ഇന്ന് പലക്കാലം ഞാൻ പറയട്ടെ, ഉയരത്തിൻ്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങിയാൽ, നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയോ വൈറ്റമിൻസിൻ്റെയോ സ്പെഷ്യലൈസ് ഡോക്ടേഴ്സിൻ്റെയോ കഴിവ് കൊണ്ടല്ല നാം നിൽക്കുന്നത്. നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശാക്തീകരിക്കുന്ന ഒരു ദൈവശക്തി ഉയരത്തിന്ന് അവൻ പകർന്നുകൊണ്ടിരിക്കുകയാ. ആ ശക്തി ഇന്ന് പകൽക്കാലം ഇവിടെ പകരപ്പെടുവാനിടയാകണം. യേശുവിൻ്റെ നാമത്തില് എങ്കിലെ കെട്ടുകൾ അഴിയത്തുള്ളൂ, എങ്കിലെ പോരാട്ടങ്ങൾ അഴിയത്തുള്ളൂ, എങ്കിലെ നിന്റെ മയക്കം മാറത്തുള്ളൂ, എങ്കിലെ നിന്റെ ക്ഷീണം മാറത്തുള്ളൂ, എങ്കിലെ നിന്റെ ബലഹീനത മാറത്തുള്ളൂ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ആരാധിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി. ചില കെട്ടുകൾ അവൻ അഴിക്കും, ചില പോരാട്ടങ്ങൾ അഴിക്കും, ചില രോഗങ്ങൾ അവൻ അഴിച്ചു മാറ്റും. വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മറ്റൊന്നുകൂടെ ഇടയ്ക്ക് ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. മറ്റൊന്നുകൂടെ പറയട്ടെ. അതും ഇന്നേക്ക് ഏകദേശം 15 വർഷത്തിന് മുമ്പ് ഞാൻ സൗദിയിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് സങ്കീർത്തന മാസ്യക്കാര് വിജോയ്സ് കറിയാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്തോത്രം തൃശ്ശൂർ കേന്ദ്രമാക്കി ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തുക. ഒരു ദിവസം അച്ചാമ്പ അത് പകലും രാത്രി ശുശ്രൂഷിക്കണം. വാക്ക് കൊടുത്തു. ചുരുക്കി പറയാം, സ്തോത്രം. അതിൻ്റെ തലേദിവസം അവിടെ തൃശ്ശൂർ ചെല്ലുന്നതിന് തലേദിവസം എനിക്കൊരു അമ്മാച്ചനെ ഉള്ളായിരുന്നു, പെട്ടെന്ന് ലോകത്ത് മാറ്റപ്പെട്ടു. തലേദിവസമല്ല, 2 ദിവസം മുമ്പ് ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു, എനിക്കിനി ഒരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് അന്ന് സംസ്കാരം വെക്കരുത്, അടുത്ത ദിവസം ആക്കണം. പക്ഷേ സെൻട്രൽ പാസ്റ്ററുടെ സൗകര്യമനുസരിച്ച് സ്തോത്രം എൻ്റെ പ്രോഗ്രാമുള്ള ദിവസമാണ് സംസ്കാരം വെച്ചത്. ഞാൻ പെരുമ്പട്ടിയിൽ നിന്ന് കുമിളി എന്ന് സ്തോത്രം 2 വാക്ക് പറഞ്ഞിട്ട് അതുവഴി കട്ടപ്പന വഴി, എൻ്റെ വിചാരം പെട്ടെന്ന് ചെല്ലുമെന്ന കട്ടപ്പന വഴി ബസ് കയറി ഞാൻ തൃശ്ശൂരെത്തി. പക്ഷേ ചെന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. രാവിലത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അവർ കാത്തിരിക്കുക. എന്തായാലും വൈകിട്ട് ശക്തമായി ശുശ്രൂഷിപ്പാനിടയായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, അന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടില്ല. മരണ വീട്ടിൽ നിന്ന് എന്ത് കുടിക്കും? യാത്രയിൽ വേഗത അവിടെ എത്തണം. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ മാറ്റാമ്പാറ സഭയിലാണ് മീറ്റിംഗ് നടക്കുന്നത്. ചെന്നപ്പോൾ ഒരു ചായ കിട്ടി, അതുമാത്രം. പിറ്റേ ദിവസം എനിക്ക് ഇരിങ്ങാലക്കുടയാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. അവർ തൃശ്ശൂർ ഹോട്ടൽ അറേഞ്ച് ചെയ്ത് അവിടെ എന്നെ ആക്കി. അവിടെ ചെന്ന് രാത്രി 11:30 എന്നപ്പോൾ കഴിക്കാനൊന്നുമില്ല. അല്ലല്ല, ഒരു ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞു, സപ്ലയർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതാണെങ്കിൽ അത്, സ്തോത്രം. അതും കഴിച്ച് കിടന്നു. വല്ലാത്ത ക്ഷീണം, വേദന. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നാളെ ഞാൻ എങ്ങനെ ഇരിങ്ങാലക്കുട പോകും? എന്നാൽ പറയട്ടെ, സ്തോത്രം. രാത്രി ഉറങ്ങുമ്പോൾ, ക്ഷീണിച്ചുറങ്ങുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുക, നിന്റെ കൈക്ക് വേദനയാണല്ലേ, നിന്റെ ശരീരത്തിന് വേദനയാണല്ലേ, നിനക്ക് ക്ഷീണമാണല്ലേ? ഇങ്ങനെ ആരോ ഒരാൾ ചോദിക്കുന്ന ഒരു ദർശനം കണ്ടു. ഞാൻ പിന്നെ കിടന്നുറങ്ങി. രണ്ടാമത് ആ ശബ്ദം വീണ്ടും ചോദിക്കുകയാ, നിന്റെ കൈ ആർക്ക് വേണ്ടിയാ? നിന്റെ ശരീരം ആർക്ക് വേണ്ടിയാ? നിന്റെ ശബ്ദം ആർക്ക് വേണ്ടിയാ? നീ വേദനിക്കുന്നു പറഞ്ഞിരിക്കുന്നല്ലേ? ഞാൻ പെട്ടെന്ന് ഉണർന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം എന്നോട് ഇടപെട്ടു. ഞാൻ ആ കട്ടിലെ താഴെ മുഴങ്ങാൽ മടക്കിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇനിയും ജീവിതത്തിൽ വേദനയാണെന്ന് ഞാൻ പറയത്തില്ല, ജീവിതത്തിൽ രോഗിയാണെന്ന് ഞാൻ പറയത്തില്ല. നീ എന്നെ ബലപ്പെടുത്തിയാൽ പോകാൻ ഞാൻ തയ്യാറാ. പറയട്ടെ, ദൈവനാമത്തോട് പറയട്ടെ. നേരം വെളുത്തപ്പോൾ എൻ്റെ ശരീരം ബലപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം ഇരിങ്ങാലക്കുട ശുശ്രൂഷിച്ചു. അന്ന് 4 മണിക്കാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? യേശുവിൻ്റെ നാമത്തിൽ ദൈവവേദന ഇന്ന് അനേക സഭകളിൽ, ഞാൻ വിഭാഗീയത കൂടാതെ അനേക സഭകളിൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന വ്യക്തിയാ. ചിലയിടത്തൊക്കെ ചെന്ന് കൈയടിക്കത്തില്ല, വാ വിളിച്ചൊരു സ്തോത്രം പറയത്തില്ല, ആരാധിക്കത്തില്ല. കാലഘട്ടം മാറിപ്പോയി.
Praise the Lord. ആമേൻ. പക്ഷേ നമ്മുടെ ദൈവം മാറാത്തവനാ. അവന് മാറ്റമില്ല. നമ്മുടെ ശുശ്രൂഷകൾക്ക് മാറ്റം വന്നു, നമ്മുടെ ആരാധനകൾക്ക് മാറ്റം വന്നു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന് മാറ്റമില്ല. നമ്മുടെ കർത്താവിന് മാറ്റമില്ല. പിതാവായ ദൈവത്തിന് മാറ്റമില്ല. അവന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. എൻ്റെ ദൈവത്തിന്റെ പൈതലേ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് മനുഷ്യന്റെ പ്രീതി അല്ല വേണ്ടത്. നിന്റെ ശരീരം കൊണ്ട് റോമാനത് വായിക്കുന്ന പോലെ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിന്റെ ശരീര അവയവങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള സമർപ്പിത്. ശത്രു ജയമെടുക്കയില്ല, ശത്രു ജയമെടുക്കയില്ല. വിടുവിക്കാൻ ദൈവം ശക്തനത്രേ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് അനുവദിച്ച കൃത്യസമയത്ത് തന്നെ ഇനി സമയം പാലിക്കുന്നതിൽ കൃത്യത ഇതുവരെ സൂക്ഷിച്ച ദൈവം വ്യക്തിയാ. സ്തോത്രം. രണ്ട് കാര്യം ഉണ്ട്. ഒന്ന്, സഭ തുടങ്ങുന്ന മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എത്ര ദൂരെയാണെന്നതിന് ഞാൻ എത്തും. സ്തോത്രം, സ്തോത്രം. അതുപോലെ തന്നെ പറയുന്ന ദൈവാസന്മാർ തരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ പറയും മുന്നോട്ട് പോകാൻ പറഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ ആ കൃത്യസമയത്ത് നിർത്തും. നൂത് എത്ര പോയെന്നല്ല, എത്ര വചനം പറഞ്ഞെന്നല്ല, ദൈവാത്മാവിന് ഇതിനകത്ത് വേണ്ടതൊക്കെ തന്നോളും. മുഖവര പറഞ്ഞാൽ വിടുന്നില്ല. വായിച്ചേ ഒരു വേദഭാഗം, ഹെസ്കേൽ പ്രവചനം 12-ാം അധ്യായം 22, 23 വാക്യങ്ങളും 28 നമുക്കത് വായിക്കാം. ഹെസ്കേൽ പ്രവചനം 12-ാം അധ്യായം 22, 23, 28 വാക്യങ്ങൾ. മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകുമെന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രായേലിൽ ഇനി അത് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. കാലവും സകല ദർശനത്തിന്റെയും നിവൃത്തി അടുത്തിരിക്കുന്നു. ഇനി 28. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല. ഞാൻ പ്രസ്താവിക്കുന്ന വചനങ്ങൾ നിവൃത്തിയാകും. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കട്ടെ. വാക്യങ്ങൾ ഇനിയും വായിപ്പിക്കുന്ന പരിപാടിയിൽ പറഞ്ഞു വിടത്തേ ഉള്ളൂ. അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കാനും എന്ന് പറഞ്ഞാൽ സമയം ലാഭിക്കാൻ എല്ലാം വേണ്ടി ഇടയ്ക്ക് പറയുന്ന വാക്യങ്ങൾ ഞാൻ പറയത്തേ ഉള്ളൂ. ആരും വായിക്കാൻ അത്യാവശ്യം മാത്രം വായിപ്പിക്കാം. സ്തോത്രം. മടങ്ങി വരട്ടെ. എവിടെ ഗോവയായ ദൈവം എസ്കേൽ കൂടെ പറയുകയാ, നിങ്ങൾ പലതും പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. സ്തോത്ര. കാലം നീണ്ടുപോകുമെന്ന് എന്ന ദൈവം പറയുകയാ. കാലം നീണ്ടുപോകയില്ല. ദർശനമൊക്കാതെ വരികയില്ല. പറയാ, ഞാൻ അരുളി ചെയ്തിരിക്കുന്ന വചനങ്ങൾ അത് നിവൃത്തിയാകും എന്ന് പോലെ ദൈവത്തിന്റെ പൈതലേ, സാത്താനായവൻ ദൈവാലോചനയെ നിസ്സാരമാക്കി, വാഗ്ദത്തങ്ങളെ നിസ്സാരമാക്കി. യേശുവിന്റെ നാമത്തിൽ നിന്റെ വിടുതൽ തടയാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ശക്തിയോടെ പറയുക, കാലം നീണ്ടുപോകയില്ല, ഇനി സമയം നീണ്ടുപോകയില്ല. നിനക്ക് കിട്ടിയ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ പോകുക. നീ കണ്ട ദർശനം നടക്കാൻ പോകുക. അതൊക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ എന്റെ ചിന്തകളെ മാറ്റിമറിച്ച, ആലോചനകളെ മാറ്റിമറിച്ച, ദൈവാലോചനകളെ മാറ്റിമറിച്ച വ്യക്തികളിൽ കൂടിയായി, സമൂഹത്തിൽ കൂടിയായി, വീട്ടുകാരിൽ കൂടിയായി, നിന്റെ ആത്മീയത്തെ ഇളക്കി മറിക്കാൻ, അതിനെ ചോദ്യം ചെയ്യാൻ അവൻ ശത്രു ശ്രമിക്കുമ്പോൾ പരിശുദ്ധനെ വിളിച്ചു പറയുകയാ, ഇല്ല, നിന്റെ വിടുതൽ സ്വർഗം പറഞ്ഞതിന് അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാ. നിനക്ക് തന്ന ദർശനം അവൻ നിവർത്തിക്കുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യം പറയാൻ മറന്നുപോയി.
ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എവിടെ ചെന്നാലും ആമേ ആദ്യം ഒരു സ്തോത്രം പറയിപ്പിക്കുക, അല്ലാതെ ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഈ പരിപാടി എനിക്കില്ല. നിങ്ങൾക്ക് വേണേൽ ആരാധിച്ചോണം. കാരണം ആമേ ആമേ സ്തോത്രം. ആമേ ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നെങ്കിലും ആമേ ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കല്ല നിങ്ങൾ മഹത്വം കൊടുക്കുന്നത്, വചനത്തിന്റെ ഉടമസ്ഥനാ. ഹല്ലേലൂയ. ദൂതിന്റെ ഉടമസ്ഥനാ ആമേ സ്തോത്രം കൊടുക്കുന്ന. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കണമെങ്കിൽ ദൈവത്തോട് പ്രതികരിച്ചോണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അപ്പം ജനം പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ആമേ കാലം നീണ്ടുപോകും, ദർശനം നടക്കാതെ വരും. ദൈവം പറയുന്ന അങ്ങനെയല്ല, അതിനെ നിവൃത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്പം പുറകോട്ട് പോകട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം ഈ സേചനം ദൈവം തന്നെ ജനത്തെ കൊണ്ട് വാഗ്ദത്തമായിട്ട് ഉറപ്പിച്ച അവരുടെ തലമുറകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ജനം ആ ദൈവത്തെ മറന്നു. ഹല്ലേലൂയ. ദൈവത്തെ ഉപേക്ഷിക്കുവാനിടയായി. ഹല്ലേലൂയ. ദൈവം ആ ഒരു സമയത്ത് ഈ ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ശക്തമായി ഉപയോഗിച്ച പ്രവാചകനാ യിരെമ്യാവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. 40 വർഷം അവസാനത്തെ 5 യഹൂദ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ യോശിയാവ്, യോവാസ്, യഹോയാക്കീൻ, സിദക്കിയാവ്, ഇങ്ങനെ അവസാനത്തെ 5 യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് 40 വർഷം ശക്തമായി ആമേ ദൈവത്തിന് ദൂത് വിളിച്ചു പറഞ്ഞവനാ യിരെമ്യാവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യിരെമ്യാവ് ജനത്തോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ആമേ നിങ്ങൾ സ്തോത്രം സയന്റെ മഹത്വമായവനെ ഉപേക്ഷിച്ച് ഹല്ലേലൂയ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോയിട്ടില്ലേ, മടങ്ങി വരാൻ പറഞ്ഞു. ജനം അത് കൈക്കൊണ്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാവിനെ വിളിച്ചു പറയുക, ജീവജലത്തിന്റെ ഉറവയെ നിങ്ങൾ ഉപേക്ഷിച്ച, നിങ്ങൾ പൊട്ട കിണറുകളെ കുഴിച്ചിരിക്കുകയാ, എന്നിട്ടും ജനം മടങ്ങി വന്നില്ല. വീണ്ടും യിരെമ്യാവിൽ കൂടെ പറയുകയാ, ആമേ നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ യിരെമ്യാവിൽ കൂടെ ദൈവം വിളിച്ചു പറഞ്ഞു, ആമേ ആകാശത്തിലെ പെരിഞ്ഞാറ് തന്റെ കാലമറിയുന്നു, കൊക്കും ആമേ മീവൽ പക്ഷിയും കുറുപ്രാവും മടങ്ങി വരാനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ അവിടെ നാമം ആമേ ന്യായം അറിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ചില അടയാളങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്കൊരു മടങ്ങി വരവിന്റെ സമയമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേ പ്രവാചകൻ കൂടെ ദൈവം പിന്നെ പറഞ്ഞു, ആമേ സ്തോത്രം, ഞാൻ നിങ്ങളിൽ ന്യായവിധി അയക്കും, ബാബേൽ രാജാവിനെ ഞാൻ വിളിക്കും, ആമേ നിങ്ങൾ 70 വർഷം അവൻ്റെ അടിമത്വത്തിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നിട്ടും ഏറ്റുകൊണ്ടില്ല. പ്രവാചകരോട് പറഞ്ഞു, ഈ ആലയം ശീലോവിന് തുല്യമാകുമെന്ന് പറഞ്ഞു. എന്നിട്ടും അവർ കൈക്കൊണ്ടില്ല. അന്നേരം അവർ പറഞ്ഞു തുടങ്ങി, ഇത് ഞങ്ങൾക്കുള്ള ദൂതല്ല, ആമേ കാലം നീണ്ടുപോകും, ആമേ സ്തോത്രം, ഇത് ദൂതൊന്നും ഞങ്ങൾക്കുള്ളതല്ലെന്ന് യിരെമ്യാവിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞു തുടങ്ങി. പക്ഷേ ആമേ ആ കാലഘട്ടത്തിൽ തന്നെ ഇത് ജനം ആമേ പ്രവാസത്തിലേക്ക് പോകുകയാ. രണ്ടാമത്തെ പ്രവാസത്തിൽ പോകുന്ന ജനത്തോടു കൂടെ യഹോയാക്കീം രാജാവിനോട് കൂടെ പിടിക്കപ്പെട്ട ബാബേലിൽ പോയ വ്യക്തിയായ യെഹെസ്കേൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞു വിടട്ടെ. ഈ യെഹെസ്കേൽ സ്തോത്രം ഇപ്പോൾ സയേജനം കേബാർ നദിയുടെ തീരത്ത് പാളയമടിച്ച് കിടക്കുകയാണ്. ഇന്നവർക്ക് പാട്ടില്ല, എന്നവരുടെ കിന്നര ഉപയോഗമില്ല, നമ്മുടെ ഭാഷ പറഞ്ഞ കയ്യടിയില്ല, സ്തോത്രമില്ല, ആരാധനയില്ല, ഒരു പാട്ട് പോലുമില്ല. ജാതികൾ ചോദിച്ചു, ഒരു പാട്ട് നിങ്ങൾക്ക് പാടാമോ? ആമേ ആ സിയോന്റെ ഗീതം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഒന്ന് പാടാമോ? അവർക്ക് പാടാൻ കഴിയുന്നില്ല. അവർക്ക് കിന്നരങ്ങളൊക്കെ ആലരി വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ട് പാടുന്നതിന് പകരം കരയുക. ഇന്ന് പലക്കാലം എന്നെക്കാൾ ദൈവത്തിന്റെ പൈതലേ, ആമേ ഞാൻ ദൂത് പോലെ വിളിച്ചു പറയട്ടെ, ആമേ കിടന്ന് കരയാനല്ല നിന്നെ വിളിച്ചതാ, ദൈവത്തെ ആരാധിക്കാനാ.
ദൈവത്തിന് മഹത്വം കൊടുക്കാനാ തിരിച്ചറിയുന്ന ദൈവമക്കളായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവം കരയുന്നവനെ നോക്കി അല്ല പറയുന്നത്, ആരാധിക്കുന്നവനെ നോക്കി പറയുകയാ. നിന്റെ കരച്ചിലിന്റെ വഴികളെ ഞാൻ മാറ്റുന്ന ദൈവമാ, നിന്റെ കണ്ണുനീര് ഞാൻ തുടയ്ക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ഉടമന വൈശ ദൈവാത്മാവ് ആരെയോ കണ്ടുകൊണ്ട് പറയുന്നു, ചില ജീവിതങ്ങളെ കണ്ടുകൊണ്ട് പറയുന്നു, നീ രഹസ്യത്തിൽ കരയുന്ന, രഹസ്യത്തിൽ നെടുവീർപ്പെടുന്ന നിന്റെ വിഷയത്തിന് നടുവിൽ അവൻ സ്വർഗം ഇടപെടാൻ പോകുക, സ്വർഗം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക, നിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനം ഇരുന്ന് കരയുമ്പോൾ, പാട്ടില്ല, പ്രാർത്ഥനയില്ല, ജനം ഇരുന്ന് കരയുമ്പോൾ അതിന്റെ നടുവിൽ ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു പുരോഹിതനെ, എസ്കേൽ എന്ന പുരോഹിതനെ ദൈവം പ്രവാചകനായി എഴുന്നേൽപ്പിക്കുകയാ. ഞാൻ ഒരു കാര്യം ജനത്തോട് പറയട്ടെ, ഇതിലെ ആരൊക്കെ ആത്മീയം വേണ്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ ആരാധന കുറച്ചു മതി എന്ന് പറഞ്ഞാലോ, ആരൊക്കെ ദർശനം വേണ്ടെന്ന് പറഞ്ഞാലോ, ആത്മീയം കുറച്ചു മതി എന്ന് പറഞ്ഞാലോ, ഇതിന് നടുവിൽ ഹൃദയത്തെ കാണുന്ന ചിലരെ സ്വർഗം എഴുന്നേൽപ്പിക്കാൻ പോകുക. PMG ഞാൻ ദൂത് പറയട്ടെ, PMG പാളയം സഭയ്ക്കകത്തു നിന്ന് ദൈവം ഇനിയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലതിനെ കൂടെ കണ്ടിട്ടുണ്ട്. അവൻ വേഗത്തിൽ എഴുന്നേൽപ്പിക്കുന്ന ദൈവമോ, യേശുവിന്റെ നാമത്തിൽ ദൈവം ചിലതിനെ ഇളക്കും. കുറ്റിയടിച്ചിരിക്കും ഉടമന വൈശാര, കുറ്റിയടിച്ചിരിക്കുന്ന ചില കുറ്റികളെ ദൈവം പറിക്കാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ചില തലമുറകളെ എഴുന്നേൽപ്പിക്കാൻ പോകുക. നേതൃത്വങ്ങൾ മാറിയാലോ ചുറ്റുവട്ടങ്ങൾ മാറിയാലോ ഇതിനകത്തുനിന്ന് എന്നോട് ദൈവം ശക്തമായി പറയുന്നു, ദൈവം ചിലതിനെ അഭിഷേകം ചെയ്യും. 2025 തീരുന്നതിന് മുൻപ് പുതിയതിനെ അഭിഷേകം ചെയ്ത് ദൈവം എഴുന്നേൽപ്പിച്ച് ദൈവനാമത്തിന് വീറോടെ നിർത്തും. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. എസ്കേലിനെ സംബന്ധിച്ച് നോക്കുക, അവനെ അഭിഷേകം ചെയ്ത്, അവന് ദർശനം കൊടുത്ത്, ദൈവത്തിന്റെ പ്രവാചകനായി അവനെ എഴുന്നേൽപ്പിക്കുകയാ. സമയമില്ലെങ്കിൽ പറയട്ടെ, ഇന്ന് നമ്മൾക്ക് എത്ര പേർ ഹൃദയത്തിൽ താല്പര്യമുണ്ട് ദൈവാത്മ വാദിക്കുന്ന ജീവിതമേ. സഹോദരി സഹോദര, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിന്റെ അകത്തളത്തിൽ ദൈവാത്മാവ് ഹേമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ അടങ്ങിയിരിക്കേണ്ട സമയമല്ല, ഒതുങ്ങിയിരിക്കേണ്ട സമയമല്ല. ദൈവം നിന്നെ തല ഉയർത്താൻ ശക്തനാ, ദൈവം നിന്നെ പ്രാപ്തരാക്കാൻ ശക്തനാ. എസ്കേലിനോട് ദൈവം പറഞ്ഞു, ഈ ജനം മത്സര ജനമാ, കടുത്ത നെറ്റിയുള്ളവരാ, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ അവരോട് ദൂത് പറയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എസ്കേൽ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ ഇങ്ങനെ പോയാൽ സ്തോത്രം, ഞാൻ അപ്പം എന്ന കോലൊടിക്കും. ഞാൻ വലിയ ക്ഷാമം ദേശത്ത് വരുത്തുമെന്ന് പറഞ്ഞു. ജനം എന്നിട്ടും അനങ്ങിയില്ല. ഇടക്കേറി പറയട്ടെ, എസ്കേൽ ദൂത് പറയുന്നത് അവസാനത്തെ രാജാവ് സിദക്കിയാവിന്റെ കാലത്ത്, അന്ന് ബാക്കിയുള്ള പ്രവാസത്തിൽ പോകാത്ത ജനമൊക്കെ അല്പം സമ്പത്തില, ചുറ്റുവട്ടമൊക്കെ അല്പം ബലത്തിലിരിക്കുന്നത്. കൂടാതെ മിസ്രൈമിന്റെ സപ്പോർട്ട് കൂടെ സിദക്കിയാവിനുണ്ട്. അതുകൊണ്ട് അവൻ കുലുങ്ങാതെ നിൽക്കുകയാ. ജനവും ബലപ്പെട്ട് നിൽക്കുക, ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാ. അപ്പോഴേ എസ്കേൽ പിന്നെ ദൂത് പറയുന്നത്, അപ്പം എന്ന കോല് ഞാൻ ഒടിക്കുമെന്ന് പറഞ്ഞു, ക്ഷാമം വരുത്തുമെന്ന് പറഞ്ഞു. യിരെമ്യാവ് പറഞ്ഞ പോലെ പറഞ്ഞു, ഈ ആലയം മാറും, ഇത് ശീലോവിന് തുല്യമായി, ആരാധനയില്ലാത്ത സ്ഥലമായി, പെട്ടകമില്ലാത്ത സ്ഥലമായി ഇത് മാറുമെന്ന് സ്തോത്രം എസ്കേൽ കൂടെ വിളിച്ചു പറഞ്ഞു. സ്തോത്രം മാത്രമല്ല,
അവൻ വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ കരം വീഴാൻ പോകുക. 1/3 ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ട് മരിക്കും, 1/3 വാളുകൊണ്ട് മരിക്കും, 1/3 ചിതറുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കേട്ടിട്ടും ജനം അനങ്ങിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെസ്കേൽ വിളിച്ചു പറഞ്ഞു, ആമേൻ, മലമുകളിൽ മുന്തിരിക്കൊയ്ത്തിന്റെ ആർപ്പ് വിളി മലമുകളിൽ കേൾക്കേണ്ട സ്ഥാനത്ത് അതൊരു നിലവിളിയായി മാറുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴൊക്കെ ജനം പറഞ്ഞു, കാലം നീണ്ടുപോകും, ഇത് ഞങ്ങൾക്കുള്ള ദൂതല്ല, ഈ ദർശനമൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ അവരതിനെ തള്ളിക്കളയുകയാ. എന്നെ കണ്ട ദൈവത്തിൻ്റെ പൈതല്, ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൂത് ആരിക്കൂടെ കേട്ടാലും ഏത് വ്യക്തി കൂടെ കേട്ടാലും നീ അതിനെ തള്ളിക്കളയരുത്. അതിനെ ഏറ്റുകൊള്ളുന്നെങ്കിൽ, നിന്നെ നെഞ്ചോട് ചേർക്കുന്നെങ്കിൽ, ഒരു കാര്യം വാസ്തവമാ, സ്വർഗം അതിനകത്ത് ഇടപെടാൻ ശക്തനാ, പരിശുദ്ധാത്മാവ് ഇടപെടാൻ ശക്തനാ. ദൂത് പറഞ്ഞവർ മാറിപ്പോയേക്കും, ദൂത് പറഞ്ഞവർ തിരിഞ്ഞു നോക്കാതിരുന്നേക്കും. എന്നാൽ ഇന്ന് പലക്കനൊക്കെ ദൈവ പൈതല്, സ്വർഗം അങ്ങനെയല്ല. അവൻ ആലോചന പറയിപ്പിച്ചെങ്കിൽ അവനകത്ത് ഇടപെടുന്ന ദൈവമാ. നിന്റെ വിഷയത്തിന്മേൽ അവൻ ഇടപെടുക തന്നെ ചെയ്യും. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അവസാനം ഒരു 15 മിനിറ്റ് എങ്കിലും അന്ന് ആരാധിക്കണം താല്പര്യം, അല്ലെങ്കിൽ കൂടുതൽ. നിങ്ങൾ ഇവിടെ വചനം അറിയാമെന്ന താവിൻ്റെ അഭിഷേകം ശക്തമായി വചനം പറയുന്ന ദൈവദാസനാണല്ലോ. സ്തോത്രം. ഇഷ്ടം പോലെ വചനം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ ചില ദൂതുകൾ പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായി ആരാധനയ്ക്കായി വേർതിരിക്കണം താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവ വാഗ്ദത്തമാണ്, ദൈവദൂതിനെയാണ് ശത്രു പരിഹാസ വിഷയമായി പറഞ്ഞു പഴകിച്ച് പഴഞ്ചൊല്ല് പോലെ പറഞ്ഞ് പരിഹാസ വിഷയമാക്കുന്നത്. എന്ന ദൈവം പറയുക, വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനാ, അവൻ വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാ. അടങ്ങി വരട്ടെ, ഞാൻ വായിപ്പിക്കുന്നില്ല, ഞാൻ പറയുന്നത് മാത്രമേ വായിക്കാവൂ. സ്തോത്രം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വൃദ്ധനെ കാണാൻ കഴിയുന്നു, കാലേബ്. യോശുവയുടെ അരിക്ക് തന്നെക്കാൾ പ്രായം കുറഞ്ഞ യോശുവയുടെ അരിക്ക് ചെന്നിട്ട് കാലേബ് ഒരു കാര്യം പറഞ്ഞു. 45 വർഷത്തിന് മുമ്പ് ദൈവം എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട്. മോശയുടെ കാലത്ത് ഹാറാൻ മരുഭൂമിയിൽ നിന്ന് ദേശം ഉറ്റുവെക്കാൻ പോയി ഇണങ്ങി വരുമ്പോൾ ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്. നീ കാലുവെച്ച ദേശം, നീ എന്നോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാലുവെച്ച ദേശം നിനക്ക് നിന്റെ സന്തതിക്കും ഞാൻ അവകാശമായി തരുമെന്ന്. വർഷം 45 കഴിഞ്ഞിട്ടും ദൂതും നടന്നിട്ടില്ല. മോശ പോയി, ആ മൂപ്പന്മാരെല്ലാം പോയി. യോശുവയുടെ കാലമാ, ഇതുവരെ ദൂത് നടന്നിട്ടില്ല. യോശുവയും ഇത് കേട്ടതാ. കാരണം യോശുവയും കാലേബും കൊണ്ടാണല്ലോ ഒന്നിച്ചു പോയിട്ട് തിരിച്ചു വന്നത്. പക്ഷെ യോശുവ മറന്നു, പക്ഷെ കാലേബ് മറന്നിട്ടില്ല. അവനൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ 85 വയസ്സുള്ള വൃദ്ധനാ. 85 വയസ്സ് എനിക്കുണ്ട്, പക്ഷെ ഒരു കാര്യം, എൻ്റെ ആരോഗ്യം കുറഞ്ഞിട്ടില്ല. എന്നെ പലപ്പോഴും ബലപ്പെടുത്തുന്നത് കാര്യമാ. ഇവിടെ 50 വയസ്സ് തികഞ്ഞ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൈയടിക്കത്തില്ല, ദൈവത്തെ ആരാധിക്കത്തില്ല, നൃത്തം ചെയ്യത്തില്ല. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. മുട്ടലിരുന്ന ജനം മുഴുവനും പിള്ളേർ വരെ ഇന്ന് കസേര കയറി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണ് പറയുന്നത്. മുട്ടയിലിരിക്കേണ്ട ജനമൊക്കെ സ്തോത്രം. ഞങ്ങൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, സൗദിക്കാർ പറയാറുണ്ട്, അന്ന് മുട്ടയിലിരുന്നതിൻ്റെ ബലമാ ഇന്ന് ഞങ്ങൾ ദൈവം നടത്തുന്നത്. അടങ്ങി വരട്ടെ. ഹല്ലേലൂയ. പക്ഷെ കാലേബ് പറയുകയാ, എൻ്റെ ആരോഗ്യം കുറഞ്ഞിട്ടില്ല. ദൈവപ്പൈതൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ പ്രായം കൂടും, പ്രായം കുറയത്തില്ല, കൂടും. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം, നിന്റെ അകത്തെ മനുഷ്യന്റെ ബലം കുറയരുത്. നിന്റെ ജഡത്തിന്റെ ആരോഗ്യം കുറഞ്ഞാലോ യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില് നിന്റെ അകത്തെ മനുഷ്യന് ബലമുണ്ടെങ്കിൽ അതിൻ്റെ ബലത്തോടെ ദൈവത്തെ ആരാധിക്കുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ. സ്വർഗം പുറമേ നോക്കുന്നവനല്ല, അകത്തെ മനുഷ്യൻ ശക്തി
ശക്തിയോടെ ബലപ്പെട്ടാൽ അതിന്റെ പുറത്തുള്ള ശരീരത്തിന് അവൻ കെട്ടു ദൈവം അഴിച്ചോളും. ആ രോഗത്തെ ദൈവം മാറ്റിക്കോളും. ആ പോരാട്ടത്തെ മാറ്റിക്കോളും. യേശുവിന്റെ നാമത്തിൽ പുറമേയുള്ള രോഗം പറഞ്ഞ് ഹല്ലേലൂയ, പുറമേയുള്ള വേദന പറഞ്ഞ്, പുറമേയുള്ള ബലക്കുറവ് പറഞ്ഞ് നീ ഇരുന്ന് കഴിഞ്ഞാൽ അകവും ക്ഷീണിക്കും, പുറം ക്ഷീണിക്കും. എന്നാൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ അതിന്റെ ശക്തി നിന്റെ പുറത്ത് വെളിപ്പെടുകയോ, നിന്റെ മാംസത്തിൽ വെളിപ്പെടുകയോ, നിന്റെ ഞരമ്പിൽ വെളിപ്പെടുകയോ, നിന്റെ അസ്ഥികളിൽ വെളിപ്പെടുകയോ, അത് വിടുതലായി മാറുകയോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലേബ് പറഞ്ഞ 45 വർഷത്തിന് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞ ദൂത ഇതുവരെ നടന്നിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കറിയാവുന്ന വാക്യം വേഗത്തിൽ പോകാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും. ഹല്ലേലൂയ. ആ ദേശം എബ്രോൻ മല എനിക്കിതാ. പ്രൈസ് ദി ലോർഡ്. ആർക്കും വേണ്ടാതെ, ആർക്കും അതിനോട് എത്തി നോക്കാൻ താല്പര്യമില്ലാതെ കിടക്കുമ്പോൾ കാലേബ് പറയുകയാ, എനിക്കത് തരിക. ഇന്ന് പലക്കാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആത്മബലത്തോട് ചോദിക്കട്ടെ. വലിയ വിഷയങ്ങളുടെ നടുവിൽ, വലിയ പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവ പൈതലേ, നിനക്ക് ശക്തിയോടെ പറയാൻ കഴിയുമോ, ഞാനിതിനെ ജയിച്ചടക്കുമെന്ന്, ഈ പോരാട്ടത്തെ ഞാൻ കീഴ്പ്പെടുത്തുമെന്ന്. ദൈവാത്മാവ് ഇടപെടുകയാ. ഈ രോഗത്തെ ഞാൻ കീഴ്പ്പെടുമെന്ന്, ഈ അന്ധകാരത്തെ ഞാൻ കീഴ്പ്പെടുത്തുമെന്ന്, അതിനെ വെല്ലുവിളിയെ കീഴ്പ്പെടുത്തുമെന്ന് ആത്മശക്തിയോടെ പറയാൻ കഴിയുമെങ്കിൽ ശത്രു തോറ്റുപോകുകയോ, ശത്രു ലജ്ജിക്കുകയോ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ. ഒരനുഭവം കൂടെ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഊത് തീർന്നില്ലെങ്കിൽ വൈകിട്ട് ഞാൻ എടുത്തോളാം, അല്ലെങ്കിൽ ആത്മ നടത്തുന്ന പോലെ ചെയ്തോളും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഒരു അനുഭവം കൂടെ പറയട്ടെ. ശത്രു എന്നെ മേൽ നിന്ന് ജയമെടുക്കാൻ നോക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച പത്തനാപുരനപ്പുറത്തെ പിടവൂർ സഭയിലാണ്, IPC സഭയിലായിരുന്നു. പകലും രാത്രി ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്നെ ശുശ്രൂഷിക്കാൻ വിളിച്ചത്. സ്തോത്രം. ഞാൻ ഇവിടെ വന്നതുപോലെ തന്നെ ബസ് കയറിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. റാന്നിന്ന് എൻ്റെ കണക്കൂട്ടൊക്കെ തെറ്റി 9 അല്ലെങ്കിൽ 9:30 ആകുമ്പോൾ ഞാൻ പത്തനാപുരത്ത് എത്തുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഹല്ലേലൂയ റാന്നിന്ന് പ്രതീക്ഷിച്ച വണ്ടികളൊന്നും കിട്ടിയില്ല. ചുരുക്കി പറയാം, ഹല്ലേലൂയ. അവസാനം ഒരു പ്രൈവറ്റ് വണ്ടിയെ കയറി. പത്തനംതിട്ട ബോർഡ് കണ്ട് കയറി. സ്തോത്രം. കയറി കഴിഞ്ഞാൽ അല്പം നീങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇത് പ്രൈസ് ദി ലോർഡ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് മുഴുവൻ കറങ്ങുന്ന ഒരു ബസ്സായിരുന്നു. ഹല്ലേലൂയ. എന്നെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടു. ദൈവമേ, 10 മണിക്കെങ്കിലും മീറ്റിങ്ങിന് ചെല്ലേണ്ട സ്ഥാനത്ത് ഹല്ലേലൂയ എനിക്ക് എത്താൻ കഴിയത്തില്ല. എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് മനസ്സിലായി സാത്താൻ എൻ്റെ ശുശ്രൂഷ തടയുകയാണ്. ഹല്ലേലൂയ. പോരാട്ടം. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിങ്ങനെ ഞാൻ ഈ സാത്താനെയും അന്ധകാര ശക്തിയെയും കൂടോത്രത്തെയും മന്ത്രവാദത്തെയും ഒന്നും ഞാൻ പേടിക്കുന്ന കൂട്ടത്തിലല്ല, ഞാൻ ഇതിനൊക്കെ വെല്ലുവിളിക്കുന്ന കൂട്ടത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. അതൊക്കെ അനുഭവങ്ങൾ പറയാനുണ്ട്. സമയമുണ്ടെങ്കിൽ പകലോ രാത്രി പറഞ്ഞോളാം. ഹല്ലേലൂയ. ഏതായിരുന്നാലും ഞാൻ സാത്താനെ ശാസിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ഇരുന്നുണ്ട്, സാത്താനെ ഞാൻ പോയി ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. സക സമയത്ത് ഞാൻ അവിടെ പോയി ശുശ്രൂഷിക്കും. നിനക്ക് എൻ്റെ വഴി തടയാൻ കഴിയത്തില്ല. സമയം തീട്ടിയാലും ഞാൻ അവിടെ പോയി ശുശ്രൂഷിക്കും എന്ന് പറഞ്ഞ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരും. എൻ്റെ ഇടം വലവും എല്ലാം തിങ്ങിയ ആൾക്കാരാ. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി. ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് കയറുവാനായിട്ട് ഓടിച്ചെന്ന് റേസ് ചെന്ന് കഴിഞ്ഞപ്പോൾ ചുമ്മാ പോക്കറ്റ് തക്കിപ്പിയപ്പോഴാ എൻ്റെ മൊബൈൽ കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്. മൊബൈൽ വണ്ടിയെ പോയി. സ്തോത്രം. അടുത്തെല്ലാം ബംഗാളികളെ പോലെ കുറേ പേര് അവിടെ ഇരുന്നത്. ഞാൻ വല്ലാതെ അപ്സെറ്റായി. എൻ്റെ കയ്യിൽ സ്തോത്ര പ്രോഗ്രാം എഴുതിയ ഡയറി ഒന്ന് ഞാൻ കൊണ്ടു നടക്കും. ഞാൻ അവിടെ ധൈര്യപ്പെട്ടു. ഞാൻ മാത്രം പറയട്ടെ, പെട്ടെന്ന് ഒരു ഓട്ടോ എടുത്ത് സ്തോത്രം ഞാൻ ഈ വണ്ടിയുടെ പുറകെ വിട്ടു. ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ ബസ് കാണാനില്ല. സ്തോത്രം. അവിടുന്ന് ഡ്രൈവേഴ്സ് മറ്റു വണ്ടിക്കാരോട് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്കറിയത്തില്ല. ചുരുക്കപ്പെട്ട ഒരു ഡ്രൈവറിനോട് പറഞ്ഞു, ഇന്ന കോണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ മാറ്റിയിട്ട് കാണും. സ്തോത്രം. സാധാരണ രീതിയിൽ ഇത്രയും ബസ്സിനകത്ത് പോയ ഫോൺ
ആരെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല, കുറച്ച് ആൾക്കാരല്ലേ. ഏതായാലും ഞാൻ ഓടി അവിടെ ചെന്നു. എൻ്റെ ഹൃദയത്തിൽ ദൈവകൃപയാൽ എന്തെനിക്കറിയത്തില്ല, സാധാരണ ശ്രദ്ധിക്കാറില്ല. ബസ് കയറുമ്പോൾ തന്നെ ഈ വണ്ടിയിൽ എഴുതി വെച്ചിരുന്ന പേരെൻ്റെ തലയിൽ പെട്ടു. പ്രൈസ് ഹലോ. അതെൻ്റെ ബുദ്ധിക്കകത്ത് ദൈവം പതിച്ചു. അല്ലേ സ്തോത്രം. ഞാൻ ആ പേര് തിരക്കി ഓടി ചെന്നപ്പോൾ ഒരു വണ്ടി ഒരു സൈഡിൽ കിടക്കുക. അല്ലേ ഏതായാലും സ്തോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും വണ്ടിക്കകത്ത് കയറി ചെന്നപ്പോൾ ഞാൻ ഇരുന്ന സീറ്റിനടി കിടപ്പുണ്ട്. ഇത് പ്രൈസ് ഹലോ. ഒരു കൊച്ചു കാര്യമല്ല. അന്ന് പകലും രാത്രിയും ദൈവം എന്നെ ശക്തമായിട്ട് ഉപയോഗിച്ചു. ഞാൻ പറയട്ടെ, അതേ സമയത്ത് തന്നെ BBS ഞങ്ങളുടെ സഭയിൽ നടക്കുകയാ. അവിടെ ഒരു ഭൂതവും ഇളകി. പ്രൈസ് ഹലോ. യേശുവിന്റെ നാമത്തിൽ ദൈവപൈതലേ, ഞാൻ പറഞ്ഞ ശത്രു നിന്നെ തടയാൻ പല പദ്ധതികൾ ഇട്ടാൽ നിന്റെ അകത്തെ മനുഷ്യ ശക്തിയോടെ നിന്നാൽ വാഗ്ദത്തം നിന്റെ കരങ്ങളിലുള്ളത് അത് നിവർത്തിച്ചെടുക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൃഷ്ടാന്തങ്ങൾ പലതും പറയാനുണ്ടെങ്കിലും, ഉദാഹരണം പലതും പറയാനുണ്ടെങ്കിലും ഞാൻ കിടക്കുന്നില്ലെന്ന് ഒരു കാര്യം കൂടെ പറയട്ടെ. യിരെമ്യാ 36-ാം അധ്യായം 32-ാം വാക്യം പിന്നെ വായിച്ചോണം. യിരെമ്യാ 36:32. യിരെമ്യാവ് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞ ദൂതുകളൊക്കെ ദൈവം പറഞ്ഞിട്ട് ബാരൂക്കിനെ വിളിച്ച് ചുരുള് വാങ്ങിച്ച് സ്തോത്രം ദൂതുകൾ മുഴുവൻ അതിനകത്ത് എഴുതി. ഹല്ലേലൂയ. അതിനുശേഷം സ്തോത്രം അത് ആലയത്തിൽ കൊണ്ടുപോയി വായിപ്പിക്കാൻ ദൈവം പറഞ്ഞു. അങ്ങനെ യിരെമ്യാവ് അത് ആലയത്തിൽ കൊണ്ട് വായിപ്പിച്ചു. ചുരുക്കി പറയാം, അവസാനം സ്തോത്രം ആൾക്കാർ അറിവ് കൊടുത്ത് യെഹോയാക്കീം രാജാവിൻ്റെ അരമനയിലെത്തി. രാജാവ് ചുരുള് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. സ്തോത്രം. യഹൂദിയോട് പറഞ്ഞു, നീ വായിക്കാൻ പറഞ്ഞു. അവൻ വായിച്ചു. 3-4 ഭാഗം വായിച്ചപ്പോൾ രാജാവ് ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് നെരിപ്പോട്ടിലിട്ട് കത്തിച്ച് കളഞ്ഞു. ഞാൻ പറയാൻ വന്നത്, രാജാവ് വിചാരിച്ചു യിരെമ്യാവേ നിന്റെ ദൂതൊക്കെ നെരിപ്പോട്ടിനകത്ത് ചാരമായി. പക്ഷേ സ്വർഗത്തിലെ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ മറ്റൊരു ചുരുള് മേടിച്ചത് എഴുതുക. വചനം 32 വാക്യം ഇങ്ങനെ പറയുന്നത്, ഏറിയ വചനങ്ങൾ ചേർത്ത്, പഴയത് കൂടാതെ ഏറിയ വചനങ്ങൾ ചേർത്ത് എഴുതുവാൻ സംഗതി വന്നു. ഞാൻ ഇന്ന് പലക്കാലം ദൈവ പൈതലേ, നിന്റെ വാഗ്ദത്തത്തിന്റെ ചുരുളെ കത്തിക്കാൻ ശത്രുവിന് കഴിയത്തുള്ളൂ. പക്ഷെ വാഗ്ദത്തം ദൈവകരങ്ങളിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്ന് പലക്കാലം വിശ്വസിച്ച് ശത്രു ചില തടസ്സങ്ങൾ ഇടാൻ പറ്റത്തുള്ളൂ. ശത്രു കാലതാമസം വരുത്താനേ പറ്റത്തുള്ളൂ. ശത്രു ആൾക്കാരെ ഒരുക്കിയെന്ന് വരാം. പക്ഷെ ഒരു കാര്യം, ദൂത് നഷ്ടപ്പെടുകയില്ല, ആലോചന നഷ്ടപ്പെടുകയില്ല. ദൈവം നിന്നെ പിന്നെ ശക്തീകരിക്കും, വാഗ്ദത്തം നിവർത്തിച്ചു തരും. Glory, 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 glory. Hallelujah, hallelujah. ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. സ്തോത്രം. മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഇവിടെ അവർ പറഞ്ഞ എന്താണെന്നറിയാമോ? കാലം നീണ്ടുപോകുമെന്നാ പറഞ്ഞത്. ഒരു പഴഞ്ചൊല്ല് പോലെ പറഞ്ഞു പറഞ്ഞു പഴകിയതാ പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. പരിഹാസപരമായി പറയുന്നതാ. അതുപോലെ അവരതിനെ ആക്കി. സ്തോത്രം എന്ന് വായിച്ച് എസ്കേൽ പ്രവചനം 18-ാം അധ്യായം 1-2 വാക്യങ്ങൾ മാത്രം. എസ്കേൽ 18-ന്റെ 1-2 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, അപ്പന്മാർ പച്ച മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? എന്നാണ് നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഒരു പറച്ചിലുണ്ട്. ജനം പ്രവാസത്തിൽ പോയതിൻ്റെ കാര്യം മക്കള് പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല നടന്നത്, അപ്പന്മാരുടെ കുറ്റം കൊണ്ടാണ് ഇത് നടന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പന്മാർ പറഞ്ഞു, ഞങ്ങളുടെ മക്കളുടെ കുഴപ്പം കൊണ്ടാ ഈ പ്രവാസത്തിലൊക്കെ പോകേണ്ടി വന്നത്. ഞാൻ വേഗത്തിൽ വിടുക. അന്യോന്യം പഠിച്ചാരി രക്ഷപ്പെടാൻ നോക്കുകയാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അപ്പൻ്റെ പ്രാണനും മകന്റെ പ്രാണനും എനിക്ക് ഒരുപോലെയാ. മാത്രമല്ല പറഞ്ഞു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നെ പറഞ്ഞു സ്തോത്രം, എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിച്ച് പ്രമാണങ്ങളെ അനുസരിച്ച് ന്യായങ്ങളെ പ്രമാണിക്കുന്നവന് അവൻ ജീവിച്ചിരിക്കും.
അവൻ നീതിമാനാണ്, അവൻ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് പലക്കാലം ഞാൻ പറയട്ടെ, പഴിചാരി പലരെ പഴിചാരി പലതിനെ പഴി പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. ഇന്ന് സ്വർഗം പറയുകയാ, നീ വിശ്വസ്തയോടെ നിന്നാൽ, നീ നേരോടെ നിന്നാൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, വേഗത്തിൽ ഒരു ദൃഷ്ടാന്തം പറയാം. വായിക്കണ്ട. ഉൽപ്പത്തി 3:13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആദാം ഒരിക്കൽ ദൈവം ഇറങ്ങുമെന്ന് ചോദിക്കുക, ആദാമേ നീ എവിടെ? ഹല്ലേലൂയ. നേരത്തെ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ ആദാം ഹവ്വയും കൂടെ ഓടിച്ചെല്ലുമായിരുന്നു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ. യേശുവിൻ്റെ നാമത്തിൽ. പണ്ടത്തെ കാലത്ത് എനിക്ക് 48 വർഷമായി ഞാൻ വിശ്വാസത്തിൽ ഒറ്റക്കിറങ്ങിയിട്ടൊക്കെ ചരിത്രമാണ്. എങ്ങനെ ഒറ്റക്കിറങ്ങിയിട്ട് അതിൽ കിടക്കുന്നില്ല. പ്രൈസ് അല്ലോ. സകല എതിർപ്പുകളുടെ നടുവിൽ സകല വീട്ടുകാർ മൊത്തം എതിർപ്പായിരുന്ന സ്ഥാനത്ത് എൻ്റെ നല്ല യൗവന എന്നെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. എന്നാലും പറഞ്ഞതിനോട് പറയട്ടെ, ഏറ്റവും എതിർത്ത ജ്യേഷ്ഠനെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം കൂടെ കർത്താവ് എനിക്ക് തന്നു. എന്ന് സകലരും മുന്നോട്ട് വന്ന് അവരുടെ കുടുംബത്തിൽ ഏതാവശ്യമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ അവർ വിളിക്കുന്ന എന്നെയാ. സ്തോത്രം. ഞാൻ പറഞ്ഞത് ദൈവം ആദരിക്കുന്ന ദൈവമാ. അപ്പോൾ സ്തോത്ര പഴി പറഞ്ഞ് ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ട ആദാമൊക്കെ ഇപ്പൊ മരത്തിന്റെ ചുവട്ടില. ഇന്നും പലരും അങ്ങനെയല്ലേ. ഞായറാഴ്ച സഭായം കൂടി ആരാധിച്ച് ബലം പ്രാപിക്കേണ്ട സമയത്ത് കല്യാണ മണ്ഡപത്തിനകത്താ, അല്ലെങ്കിൽ വിരുന്ന് വീട്ടില. ഞാൻ ഇതിനൊക്കെ എതിരാ, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. പ്രൈസ് ഹലോ. എൻ്റെ സ്വന്തക്കാര സഭയിൽ പോലും ഐശ്യത്തിൽ പോലും ആരാധന മുടക്കി, കൂട്ടായ്മ മുടക്കി ഞാനും എൻ്റെ ഭാര്യയും പോകത്തില്ല. പ്രൈസ് ഹലോ. എവിടെ കിടക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പലരും പരമാല മരച്ചുവെട്ടിൻ്റെ പുറകിൽ ഇരുന്ന് ഒളിക്കാൻ നോക്കുകയാ, പക്ഷെ അതുകൊണ്ട് അവർ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആത്മീയത്തിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ എന്നെ കണ്ട ദൈവത്തിന്റെ പൈതലെ ഒളിക്കാനല്ല, ദൈവത്തിന് തുറന്നു പറയാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നീ പൊളിയേണ്ട സ്ഥാനത്ത് നിന്നെ പണിയുന്ന ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. അവര് പറഞ്ഞു, ഞങ്ങൾ നഗ്ന കാര്യമൊക്കെ പറഞ്ഞു. ദൈവം പറഞ്ഞു, എന്താ കാര്യം? ഹല്ലേലൂയ. ആദാം പറയുന്ന കേട്ടോണേ, നീ എനിക്ക് എന്നോടുകൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ പഴം തന്നു, ഞാൻ തിന്നു. ഹല്ലേലൂയ. സ്ത്രീയോട് ചോദിച്ചു, നീ എന്താ ചെയ്തത്? പാമ്പനെ വഞ്ചിച്ചു. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? പ്രൈസ് ഹല്ലേലൂയ. ദൈവ പൈതലേ, ഒഴികഴിവ് പറഞ്ഞ് ഒഴിയാൻ നോക്കി, പക്ഷേ എല്ലാം ശാപത്തിന്റെ കീഴിലായി. ഇന്ന് പലക്കാലം ഞാൻ പറയട്ടെ, ഒഴിയേണ്ട സമയമല്ല. ഏത് വിഷയം ദൈവം ഇടപെടുമ്പോൾ ഒഴിഞ്ഞു മാറുകയല്ല. ഈ ദൂതി ഞാൻ ഏറ്റെടുക്കുന്നെന്ന് പറയാൻ ഈ വാസപ്രവർത്തനം എത്ര ജനമുണ്ട്? വേഗത്തിലോടുകയാണ്. 15-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ശൗലിനോട് രാജ്യഭാരം ഏറ്റെടുത്തോണ്ട് ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു. അതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കുറിച്ചു വെച്ച ഒരു കാര്യം, ജനത്തെ പുറകിൽ വന്ന് പതിയിരുന്ന് ആക്രമിച്ച അമാലേക്കിന്റെ ഓർമ്മ എനിക്ക് നശിപ്പിക്കണം. ശൗല് രാജ്യഭാരം ഏറ്റെടുത്ത ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ചു. അവനേറ്റു, യുദ്ധത്തിന് പോയി. മടങ്ങി വന്ന അരമനയിൽ അവൻ സന്തോഷിച്ചിരിക്കുമ്പോൾ ശമൂവേൽ കയറി വരുന്നത്. അവൻ വന്നാണ് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിന്റെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു. പ്രൈസ് ഹലോ. ശമൂവേൽ ചോദിച്ചു, ഞാൻ കേൾക്കുന്ന ശബ്ദമെന്ത്? അവൻ പറഞ്ഞു, അവൻ ചോദിച്ചു, ഈ കാളകളുടെ ആടുകൾ കരച്ചിലും കാളയുടെ മുക്കുറയൊക്കെ എന്തോ ചോദിക്കുമ്പോൾ അത് അവർ കൊണ്ടുവന്നത്, നിന്റെ ജനം കൊണ്ടുവന്നതാ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗമർപ്പിക്കാൻ കൊണ്ടുവന്നതാ. അടുത്ത പദം കേട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? ശേഷമുള്ളതിനെ ഞങ്ങൾ നിർമൂലമാക്കി. കൽപ്പന നിവർത്തിയതിൽ ഞാനുണ്ട്, നിർമൂലമാക്കിയതിൽ ഞാനുണ്ട്, മറ്റത് ഞാനില്ല, അവരാ.
പ്രൈസ് ദി ലോർഡ്. ശൗലേ, നീ ഒഴികഴിവ് പറഞ്ഞൊഴിയാൻ നോക്കണ്ട. നിന്റെ രാജ്യത്വം മാറുകയാ, നിനക്ക് രാജ്യത്വം നഷ്ടപ്പെടുത്തുകയാ, നിനക്ക് സ്ഥിരമായി നിൽക്കാൻ കഴിയുകയില്ല. എന്നെ കണ്ട ദൈവത്തിന്റെ പൈതല് എന്ന് പലക്കാലം പറയട്ടെ, ദൈവം ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം ചിലത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ ഒഴിഞ്ഞു മാറല്ലേ. ഇത് അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് ആമേ സമർപ്പിക്കാൻ തയ്യാറാക. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ മോശയ്ക്ക് എന്നാ യോഗ്യത, വിക്കൻ എന്നാ യോഗ്യത? മിസ്രൈമിൽ നിന്ന് പഠിച്ച കുറെ അഭ്യാസങ്ങളുണ്ട്, ജ്ഞാനമുണ്ട്. പക്ഷെ അതുകൊണ്ട് മിസ്രൈമിൽ പോലെ നിൽക്കാൻ വയ്യാത്ത സ്ഥിതി വന്നു. ഈ മോശയ ദൈവം ഹോരേബിൽ വെച്ച് സന്ദർശിക്കുന്നത്. അവനോടൊന്ന് വരിക, ഞാൻ നിന്നെ പറവൻ്റെ ഒരിക്കലും സയജനത്തിൻ്റെ വിടുതലുമായി ഞാൻ അയക്കാൻ പോവുകയാ. മാമേ മോശ 5 ഒഴിവഴിവ പറയുന്നൊന്നും വിവരിക്കുന്നില്ല. 5 ഒഴികഴിവ് പറഞ്ഞ് അവൻ ഒഴിയാൻ ശ്രമിക്കുകയാ. പക്ഷേ സ്തോത്രം, അവസാനം ദൈവം കോപിച്ചെന്ന് വായിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ മോശയെ നീ ഇങ്ങനെ ഒഴിയാനാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം അറിയാം, വേറെ ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ അറിയാം. പക്ഷെ നിനക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നിന്നെ ചിലത് പരമേൽപ്പിക്കാൻ പോകുകയാ. പുറപ്പാട് 4:21 പറയുമ്പോൾ ദൈവം പറഞ്ഞ, ഞാൻ നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ളത് മിസ്രൈമിൽ ചെല്ലുമ്പോൾ ചെയ്യാം, മറക്കരുത്. എന്നൊക്കെ ദൈവത്തിന്റെ പൈതല് ആത്മാവിനോട് ഇടപെടുകയാ. ചിലത് നിന്നെ ഏൽപ്പിക്കാൻ, ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ, ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കാൻ, മറ്റുള്ള കാര്യം ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളപ്പോൾ അതും ഇതും പറഞ്ഞ് നീ ഒഴികഴിവ് പറയരുത്, ഒഴിഞ്ഞിരിക്കരുത്. പകരം മറ്റൊരുത്തനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നവനാ. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേലുള്ള വാഗ്ദത്തം നഷ്ടപ്പെടല്ലേ. ആത്മാവന് ഇടപെടുകയാ. ഒഴികഴിവ് പറഞ്ഞൊഴിഞ്ഞു നിൽക്കാനല്ല, ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ എന്തു പലക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം യേശു. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ വചനം അവസാനിപ്പിക്കും. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ച്. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാക്യരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്യരുടെ മുമ്പാകെ നിൽക്കാവുന്നവൻ ആർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. ഇസ്രായേലിനോട് പറയുകയാ, ഇസ്രായേലെ കേൾക്ക എന്ന് പറഞ്ഞ് അവിടെ നിൽക്ക്, എനിക്കല്ല നിന്നോട് പറയാനുണ്ടെന്ന്. നീ അത് കേട്ടേ മതിയാകും. വെറുതെ കേൾക്കാന്ന് പറയല്ല, നീ കേൾക്ക, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്, നീ അത് കേട്ടേ മതിയാകുള്ളൂ. സ്തോത്രം. എന്നിട്ട് പറയുക, നീ ഇന്ന് യോർദാൻ കടന്ന് ദേശം കൈവശമാക്കാൻ പോകുക. പക്ഷെ ഒരു കാര്യം, നിന്റെക്കാൾ വലിപ്പവും ബലമുള്ള ഒരു ജാതി അവിടെ ഉണ്ട്. നിന്റെക്കാൾ വലിപ്പവും പൊക്കമുള്ള ഒരു ജാതി. അവരുടെ പട്ടണങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന മതിലുള്ള പട്ടണങ്ങളാ. ഇതിനെയാണ് നീ അടക്കാൻ പോകുന്നത്. സ്തോത്രം. ലോകം ചോദിക്കുന്നത് അനാക്യര് മുമ്പിൽ നിൽക്കാൻ ആരുണ്ട്? ഇവനേക്കാൾ ഇസ്രായേലിനേക്കാൾ പൊക്കവും വലിപ്പവുമുണ്ട്. അവനേക്കാൾ സ്തോത്രം ബലവും സ്തോത്രം വണ്ണവുമുണ്ട്. മാത്രമല്ല അവന്റെ പട്ടണങ്ങളൊക്കെ ഉയർന്ന മതിൽ കൊണ്ട് കെട്ടിയടച്ചിരിക്കുക. ഇതിനെയാ ഞാൻ നിന്റെ കൈ തരാൻ പോകുന്നത്. എന്താ കാര്യം എന്നറിയാമോ? നീ ചെല്ലുന്നതിന് മുമ്പ് നിനക്ക് മുമ്പായി ദൈവം ഒരു തീയായി, നിനക്ക് തീയായി അവൻ കടന്നു പോകാൻ പോകുകയാ. എന്നെ കണ്ട ദൈവത്തിന്റെ പൈതല് ഒന്നിന്ന് പലക്കാലം വിശ്വസിച്ച് യേശുവിന്റെ നാമത്തിൽ, നീ ബലഹീനനാണെങ്കിലും, നിന്റെ കുടുംബം ബലഹീനനാണെങ്കിലും, നിന്റെ ശരീരം ബലഹീനമാണെങ്കിലും, നിന്റെ മുമ്പിൽ തീയായി ഒരഗ്നിയായി കടന്നു പോകുന്ന ദൈവം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി.
യേശുവിന്റെ നാമത്തിൽ ഒരു തീ ഇവിടെ ഇറങ്ങട്ടെ. ആമേൻ. നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഒരു തീ ഇവിടെ ഇറങ്ങട്ടെ. നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഒരു തീ ഇവിടെ വ്യാപരിക്കട്ടെ. തീ ഒന്ന് കത്തട്ടെ. അതൊരു വിടുതല, അതൊരു വിടുതല, അതൊരു ജയമോ. ആമേൻ, 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 ആമേൻ. ദൈവത്തിന്റെ തീക്ക് മുമ്പിൽ, ആമേൻ, ദൈവത്തിന്റെ തീക്ക് മുമ്പിൽ, ആമേൻ, അനാക്യരെ, നിന്റെ വലിപ്പം ദൈവത്തിന് വിഷയമല്ല. ശ്രദ്ധിച്ചേ, ദൈവം തീയായി ഇറങ്ങിയാൽ ആ തീക്ക് മുമ്പിൽ അവരുടെ വലിപ്പം ദൈവത്തിന് വിഷയമല്ല. അവരുടെ ഉയരം ദൈവത്തിന്, പൊക്കം ദൈവത്തിന് വിഷയമല്ല. നിന്റെ മതിലും ദൈവത്തിന് വിഷയമല്ല. ആമേ. പിന്നീട് നമുക്കറിയാം, പറഞ്ഞുവിട കർമ്മേലിൽ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗത്തിന്റെ തീ ഇറങ്ങിയപ്പോൾ യാഗപീഠം മാത്രമല്ല ദഹിച്ചത്, അവിടുത്തെ മണ്ണുകൂടെ കരിഞ്ഞുപോയി. കരിഞ്ഞ നില ദഹിച്ചുപോയി, മണ്ണൂടെ ദഹിച്ചുപോയി. ദൈവത്തിന്റെ തീ ഇറങ്ങിയാൽ, ദൈവത്തിന്റെ തീ ഇറങ്ങിയാൽ നിനക്ക് വിരോധമായി കിടക്കുന്ന എല്ലാ മതിലുകളെ ദൈവം ഇടിച്ചു പൊടിച്ചോ. നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ഉയർച്ചകളെയും ദൈവം ഇടിക്കാൻ പോകുക, ദൈവം ഇടിക്കാൻ പോകുക. ആമേൻ. നിന്റെ വഴിയുടെ മുമ്പിൽ, നിന്റെ നന്മയുടെ മുൻപിൽ, നിന്റെ തലമുറ വിദ്യാഭ്യാസ മുമ്പിൽ, നിന്റെ കുടുംബത്തിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന മതിലുകളെ ആമേൻ ദൈവം ഇടിക്കാൻ പോകുക, ദൈവം ഇടിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ദൈവം ഇടിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലതൊക്കെ ഇടിയട്ടെ, ചിലതൊക്കെ ഇടിയട്ടെ. ആത്മാവ് ചിലതിനെ ഇടിച്ചു കളയട്ടെ, ചില ഉയർച്ചകളെ ഇടിച്ചു കളയട്ടെ, ചില മതിലുകളെ ഇടിച്ചു കളയട്ടെ. ആമേ. ജനത്തെ ഭാരപ്പെടുത്തി മുന്നോട്ട് വിടാതെ നന്മ തടഞ്ഞ വഴി തടഞ്ഞ് വ്യാപരിക്കുന്ന ചില പോരുകളൊക്കെ ആമേ ദഹിച്ചു മാറട്ടെ, ആമേ ഇടിഞ്ഞു മാറട്ടെ, കരിഞ്ഞു മാറട്ടെ. അതവിടെ ഇല്ല. ആ പോരാട്ടം ഇനി അവിടെ ഇല്ല. അന്ധകാരം ഇനി അവിടെ ഇല്ല. അതിന്റെ വാഴ്ച അവിടെ ഇല്ല. അതിന്റെ ഉയർച്ച അവിടെ ഇല്ല. അതിന്റെ കോട്ട അവിടെ ഇല്ല. അതിന്റെ ബലമില്ല. ആത്മാവ് ജയമെടുക്കട്ടെ, ആത്മാവ് ജയമെടുക്കട്ടെ, ആത്മാവ് തീയായി ഇറങ്ങട്ടെ, തീയായി ഇറങ്ങട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിക്കാം. ആമേ. യെശയ്യാ പ്രവചനം 10:17 വായിച്ചേ. യെശയ്യാവ് 10:17 വായിച്ചേ. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചല്ലോ. ഹല്ലേലൂയ. ദൈവം പറയുക, ഇസ്രായേലിന്റെ വെളിച്ചമായവൻ എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, ഹല്ലേലൂയ, രാത്രിയിൽ ഇറങ്ങിയ ജനത്തിന് അവരവർ മെഴുകുതിരി കരുതാൻ പറഞ്ഞില്ല, മണ്ണെണ്ണ വിളക്ക് കരുതാൻ പറഞ്ഞില്ല. കാരണം അവരുടെ വഴിയിൽ ക്ലിയർ വഴി വരേണ്ടതിന് അഗ്നി സ്തംഭമായി 40 വർഷം അവരെ നടത്തിയ ഒരു സ്വർഗത്തിലെ ദൈവം. ഇസ്രായേൽ അവനൊരു വെളിച്ചമായിരുന്നെങ്കിൽ ഇപ്പോൾ അവനൊരു തീയായി മാറാൻ പോകുകയാണ്, തീയായി മാറാൻ പോകുക. ശ്രദ്ധിച്ചേ. സ്തോത്ര. എന്തിനു വേണ്ടി അറിയാമോ? ഈ ജനത്തിന്റെ മുൻപിൽ ചില മുള്ളും പറക്കാരെയും ഉണ്ട്. ഹല്ലേലൂയ. ആത്മാവ് ദൂതായി പറയുകയാ, ചില മുള്ളും പറക്കാരേക്കും വെളിച്ചമല്ല വേണ്ടത്, അവിടെ തീയാ വേണ്ടത്. ഹല്ലേലൂയ. അവനത് ഒറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് അവനതിനെ കത്തിച്ചു കളയും. ഈ ഒറ്റ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ചിലത് കരിയാൻ പോകുക, ചില മുള്ളുകൾ, ചില പറക്കാരകൾ അവൻ കത്താൻ പോകുക. കത്തി മാറട്ടെ, പോരുകൾ കത്തി മാറട്ടെ, കത്തി മാറട്ടെ. അന്ധകാര ശക്തികൾ ഒന്ന് കത്തി മാറട്ടെ, പോരാട്ടങ്ങൾ കത്തി മാറട്ടെ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. ഇനിയും പലതും പറയാനുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ, ഈ മുള്ളും പറക്കാരെയും ഹല്ലേലൂയ ശാപത്തിൻ്റെ വസ്തുക്കളാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തിയിലുണ്ടല്ലോ. ഹല്ലേലൂയ. മുള്ള് എന്ന് പറയുന്നത് നിന്നെ ഞെരുക്കുന്നതാ. ഹല്ലേലൂയ. മുള്ളു ഞെരുക്കുന്നതാ, നിന്റെ ഫലം കളയുന്നതാ, നന്മ കളയുന്നതാ. ആമേൻ, പറക്കാര നിന്നെ ദണ്ണിപ്പിക്കുന്നതാ, നിന്റെ ഉറക്കം കെടുത്തുന്നതാ, നിന്റെ സ്വസ്ഥത കളയുന്നതാ. ഇന്ന് പലക്കാലം ആത്മാവ് ചിലതിനെ തൊട്ടു പറയുകയാ. ആമേൻ, നിന്റെ നന്മ കളഞ്ഞ്, നിന്റെ നന്മ കളഞ്ഞ്, നിന്റെ ഉറക്കം കെടുത്തി, ഹല്ലേലൂയ, നിന്റെ സ്വസ്ഥത കളഞ്ഞ് നിന്നോട് പോരാടുന്നതിന് സ്വർഗം കരിച്ചു കളയാൻ പോകുക. ആ പോരാട്ടം കരിച്ചു കളയാൻ പോകുക. ആമേ, വിശ്വസിക്കുന്നവർ ആമേ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉടബല വൈഡ രഗജ ഹസ്ത രഗഡഗജര വൈഡ രാജ ഹസ്ത രഹണ ചൗഡ രാജക അന്തര ചുട രഗഡഗഡ അന്തര ഹൈദര ജഗല വൈഡര ഹസ്തര ചൂടബല വൈഡര അബ്ദരെ ചൂടവല ഔഡ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആമേ ജയമെടുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ, സ്തോത്രം. അന്ന് ആരാധിക്കണം. അതുകൊണ്ട് ചേർന്ന് കുറേ പറയാനുണ്ടെങ്കിലും ഞാനിവിടെ നിർത്തുകയാണ്. ആ വസ്തുക്കളെല്ലാം മടക്കിക്കേ, എല്ലാ പുസ്തകങ്ങളും ഒന്ന് മടക്കിക്കേ. ഹല്ലേലൂയ. ഒന്ന് ഫ്രീ ആയിക്കേ, കൈയൊന്ന് ഫ്രീ ആയിക്കേ. പാട്ടൊന്നും പാടുന്നില്ല ഇന്ന് വൽക്കാലം. പ്രൈസ് ഹലോ. ആരാധിക്കേണ്ടവന് പാട്ട് വേണ്ട. പ്രൈസ് ഹലോ. അവൻ ആത്മാവിൽ പാടണം. ഹല്ലേലൂയ. ആമേ, കൃത്യസമയത്ത് കർത്താവിനെ ദാസ് തന്ന സമയത്ത് നിർത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കായും ഒന്ന് ഫ്രീ ആയിട്ട് ആ കണ്ണുകളൊന്ന് അടച്ചേ. സ്തോത്രം ചെയ്യാൻ തുടങ്ങിക്കേ. ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ പോകുക. എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ചില കോട്ടകൾ ഇടിയാൻ പോകുക, അന്ധകാരങ്ങൾ ഇടിയാൻ പോകുക, ചില പറക്കാരകൾ കത്താൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ചില കോട്ടകൾ ഇടിയാൻ പോകുക. ചില കോട്ടകൾ ഇടിയട്ടെ, ചില കോട്ടകൾ ഇടിയട്ടെ. ആമേ, ചില വഴി തുറക്കാൻ പോകുക. ആരാധിച്ച ശക്തിയോട് ആത്മാവിൽ ആരാധിക്കുക. അന്യഭാഷകൾ, ആമേ, അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ച്. ഓ ഉടബല ബൗഡ ഹഗജ ഹസ്തന ഉടബല ബൗഡാര അറബ രഗജര ബൗഡാര ഉടലഗന്ധര ജഗര. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുക. ആത്മാവ് ജയമെടുക്കുകയാ. ഉടബല ബൗഡ ഹഗ. ആത്മാവിൽ, ആത്മാവിൽ, ആത്മാവിൽ ആരാധിച്ച് ശക്തിയോടെ. യെസ് യെസ് യെസ്. അന്യഭാഷകൾ, അന്യഭാഷകൾ, അന്യഭാഷകൾ ആരാധിച്ച്, അന്യഭാഷകൾ ആരാധിച്ച്. ഔരബല ബൗഡ രഗദഹ. ആത്മാവിൽ ആരാധിച്ച്, ആത്മാവിൽ ആരാധിച്ച്. ഓ ഉടബല ബൗഡ രഗദ ഹസ്തര. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ ആരാധിക്ക. ഓ ഉടബല ബൗഡ. ശക്തിയോടെ ആരാധിച്ച്. ഉടബല ജാര. ഓ ഉടബല ബൗഡ രഗദ. ആത്മനിറവ്, ആത്മനിറവ്. ഉടബല ബൗഡ രഹയ ഹസ്തന ചൂട. ആമേ, കെട്ടുകൾ അടിയട്ടെ, ചില പോരടിയട്ടെ, യോഗശക്തി അടിയട്ടെ. ഓ ഉടബല ബൗഡ ഹഗ ഹസ്തന രൂഢ മാര ജാര. യെസ് യെസ്. ശക്തിയോടെ. യെസ്. അന്യഭാഷകളിൽ അന്യഭാഷകൾ നാവ് തുറന്ന് ആരാധിച്ച്. ഉടബല ബൗഡ, ഉടബല ബൗഡ ഹഗജ. ശക്തിയോടെ, ശക്തിയോടെ. ഉടബല ബൗഡ രഗജ ഹസ്തന ജാര വൈഡ. ഉടബല ബൗഡ രഗജ. ഓ ഉടബ രഗജര ബൗഡ അതരബല വരവ ഹൈഡ രഗജ ഹസ്തരവല ഉടബല ബൗഡ രഗജരവ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. യെസ് 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 യെസ്. ശക്തിയോടെ. ഉടബല ബൗഡ ഹഗജ. ആമേ, ചില പോരഴിയട്ടെ, ചില പോരാട്ടം അഴിയട്ടെ. അന്യഭാഷകൾ. യെസ്. ആത്മാവിൽ ശക്തിപ്പെടെ. യെസ് യെസ്. ഓ യമന ബൗഡാരക. ശക്തിയോട് ആരാധിച്ച്, ശക്തിയോട് ആരാധിച്ച്, ശക്തിയോട് ആരാധിച്ച്. ചില വെല്ലുവിളികൾ തകരട്ടെ, ചില പോരുകൾ തകരട്ടെ, ചില പോരാട്ടം തകരട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉടബല ബൗഡ ഹഗജര ഹസ്ത രഗഡഗ ജാല വൈഡ. ഉടബല ബൗഡ രഗജര. യെസ് യെസ്.
ഗ്ലോറി. ശക്തിയോടെ ശക്തിയോടെ. യെസ് യെസ് യെസ്. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. എല്ലാ കണ്ണുമടച്ച് അല്പസമയം ശാന്തമായിരുന്നേ. എല്ലാ കണ്ണുമടച്ച്. നമുക്ക് ഒത്തിരി ആരാധിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ സമയം കണ്ട് നോക്കണം. എല്ലാ കണ്ണുമടച്ചേ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആമേ തഴച്ചു കയറി വരുന്ന ആമേ ഒരു വൃക്ഷം തളിർപ്പുകളും ഇലകളുമായി തഴച്ചു കയറി വരുമ്പോൾ ആറ്റടിപ്പിച്ച് വൻമഴ പെയ്ച്ച് അതിനെ ഒട്ടിച്ച് അതിനെ വളർച്ചയെ ഇല്ലാതാക്കി, അതിനെ ഫലത്തെ ഇല്ലാതാക്കി, അതിനെ കുറ്റിയാക്കി നിർത്തുന്നത് പോലെ ചില ശത്രുവിൻ്റെ പോരുകൾ നിന്റെ ജീവിതത്തോട് പോരാടി കഴിഞ്ഞ നാളുകൾ ഒരു കുറ്റിച്ചെടി പോലെ നിന്നെ ആക്കി തീർക്കുവാൻ ആമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഒരിടത്തും സ്ഥിരതയില്ലാതെ, ഒരിടത്തും ഉറപ്പോടെ നിൽക്കാൻ കഴിയാതെ എന്നെ വലച്ച സന്ദർഭങ്ങളിൽ, എന്നെ ഇവിടെ നിരാശപ്പെടുന്ന സന്ദർഭങ്ങൾ, ഞാൻ നിന്നെ കൈവിട്ട ദൈവമല്ല, ഞാൻ നിന്നെ നടത്തിയ ദൈവമെന്ന് എന്ന് പൽക്കാലം ആത്മാവ് ഇടപെടുകയോ. അസാധ്യമെന്ന് വിചാരിച്ച മണ്ഡലങ്ങളെ ആമേ വഴികളെ തുറന്ന്, അതിൻ്റെ പാത തുറന്ന് ഞാൻ നിന്നെ കടത്തിവിടാൻ ശക്തരായിരുന്നെങ്കിൽ എന്ന് പലക്കാലം ആത്മാവ് ഇടപെടുകയാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നീ ചിന്തിക്കാത്ത മണ്ഡലങ്ങളിലേക്ക് ആമേ ഞാൻ നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുകയാ. ഞാൻ നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുകയാ. നിന്റെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ, നിന്റെ കഴിവ് കൊണ്ട് നോക്കിയാൽ ആമേ ഇതിനപ്പുറത്തൊന്നും സാധിക്കാനില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇടപെടുകയോ. അതോടെ അത്ഭുതം കൂറുമാറ്, അത്ഭുതം കൂറുമാറ്. ഞാൻ നിന്നെ ആദരിക്കുന്ന ദൈവമെന്ന്, നിന്റെ കുടുംബത്തെ ആദരിക്കുന്ന ദൈവമെന്ന് എന്ന് പലകാലം പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഈ നാളുകളിൽ നിന്റെ പ്രാർത്ഥന ജ്വലിക്കട്ടെ, ആരാധന ജ്വലിക്കട്ടെ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആമേ ആമേ അറയിൽ ഒളിച്ച് നിലവിളിച്ച് സ്വർഗം കണ്ടിരിക്കുകയോ, ഭാരപ്പെട്ട സ്വർഗം കണ്ടിരിക്കുകയോ. ഇതിനൊക്കെ മറുപടി തന്ന് നടത്താൻ ദൈവശക്തരം ആത്മാവ് ഇടപെടുകയാ. ധൈര്യപ്പെട്ട് മുന്നേറട്ടെ, ശക്തിയോടെ നിൽക്കട്ടെ. ദൈവം നിന്നെ മാനിപ്പാൻ ശക്തൻ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പോരുകളുമേ പോരാട്ടങ്ങളുമേൽ എന്ന് പലകാലം ജയമെടുക്കുകയോ. ഇടത്തോട്ടെങ്കിൽ ഇടത്തോട്ട്, വലത്തോട്ടെങ്കിൽ വലത്തോട്ട്. ആമേ നേരെ പോകേണ്ട സ്ഥാനത്ത് ഇടത്തോട്ടും ചരിച്ച് വലത്തോട്ടും ചരിച്ച് കാറ്റടിക്കുന്നത് അനുസരിച്ച് ആമേ ഒരു വൃക്ഷം ചായുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ നിന്നെ പിടിച്ചു ഉലച്ച് അങ്ങാമേ പല ആമേ വാക്കുകൾ, മനുഷ്യ വാക്കുകളുടെ നടുവിൽ അങ്ങോട്ടും ചായച്ച് ഇങ്ങോട്ടും ചായച്ച് ആമേ നിന്നെ ഒതുക്കാൻ നോക്കിയ സ്ഥാനത്ത് നിന്ന് ആമേ ഞാൻ കൈ പിടിച്ച് പുറത്തിറക്കിയ ദൈവമെന്ന് ആമേ വിടുവിച്ചെടുത്ത ദൈവമെന്ന് എന്ന് പലക്കാലം ആത്മാവ് ഇടപെടുകയാ.
പാരമ്പര്യ ശക്തികളായി, മനുഷ്യന്റെ വാക്കുകളായി ഒരു സമയത്ത് നിന്നെ ഉലച്ചും വലച്ചും അകത്ത് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്നെ പിടിച്ചു കെട്ടിയ സമയമുണ്ട്. എന്നാൽ കേട്ട് പൊട്ടിച്ച് ഞാൻ നിന്നെ പുറത്തിറക്കി എൻ്റെ നാമത്തിൽ സകല പോരുകണമേൽ പോരാട്ടങ്ങണമേൽ ഇന്ന് വൽക്കാലം ജയമെടുക്കുകയാ. പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ, പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. ഒരു മുട്ടയ്ക്കകത്ത് ഒരു പക്ഷിക്കുഞ്ഞ് വിരിഞ്ഞു കയറുമ്പോൾ മുട്ട പൊട്ടിച്ച് പുറത്തു വന്ന് ഉവലുകൾ വെച്ച് ചിറക് വെച്ച് അടിച്ചുയർന്ന് വികാസി പറക്കുമ്പോൾ അതിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ അത് മറക്കുകയാ. ഇന്ന് മലക്കാലം മകളെ ആത്മാവർപ്പിക്കുകയാ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ കണ്ട ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് മലക്കാലം ആത്മാവ് ഇടപെടുകയാ. പലതരത്തിൽ ഒതുക്കുവാൻ ആത്മീയത്തെ മുന്നോട്ട് വിടാതെ, വിദ്യാഭ്യാസം മുന്നോട്ട് വിടാതെ, ജീവിതത്തിൻ്റെ നന്മകളെ മുന്നോട്ട് വിടാതെ ശത്രു അതിൻ്റെ ആഴങ്ങളിൽ പോരാടി സമയമുണ്ട്. എന്നാൽ അവിടെയൊക്കെ തകർത്ത് കളയാതെ നിനക്ക് ദിക്കുകൾ മാറ്റി, വഴികൾ മാറ്റി നിന്നെ വിടുവിച്ച ഒരു ദൈവമില്ലെന്ന് ഇന്ന് പലകാലം ആത്മാവ് സംസാരിക്കുകയാ. എന്നാൽ നീ തൃപ്തയല്ല. ഇന്ന് നീ തൃപ്തയല്ല. ഇവിടെ പലതിനെ മാർത്തയെ പോലെ പലതിനെ ചൊല്ലി വ്യാകുലപ്പെടുമ്പോൾ, മനസ്സ് നീറിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യരോട് തുറന്നു പറയാതെ പലപ്പോഴും നീറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പലകാലം ആത്മാവ് ഇടപെടുകയാ. ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല. കഴിഞ്ഞ നാളുള്ള വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ തന്ന് നിന്നെ ഉയർത്തുന്ന ദൈവമെന്ന് എന്ത് മലക്കാലം ആത്മാവ് ഇടപെടുകയാ. കോരസിന്റെ മുൻപിലുള്ള താമ്രക്കഥകളെയും ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് അവന് വഴിയൊരുക്കിയതുപോലെ ഒരത്ഭുതത്തിന്റെ വഴി, അത്ഭുതങ്ങളുടെ വഴി ഞാൻ നിന്നെ തുറക്കതിനെ ചെയ്യുമെന്ന് എന്ന് പൽക്കാലം ആത്മാവ് ഇടപെടുകയാ. ഇവിടം കണ്ട് അവസാനിച്ചെന്ന് പറയരുത്. നിന്റെ തല ഉയർത്തി നോക്ക്, ആഴങ്ങളിലെ ഉയർത്തി നോക്ക്. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴി അതിശ്രേഷ്ഠമെന്ന് എന്ന് പലക്കാലം ആത്മാവ് ഇടപെടുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തടസ്സം നിന്ന് പോരാടുന്ന വാദിക്കുന്ന ദുഷ്ട പോരുകടമേ ഇന്ന് പലക്കാലം ജയമെടുക്കുകയോ. ജാഗരിക്കട്ടെ, ജാഗരിക്കട്ടെ. ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയാൻ ശീമോനോട് പറയുമ്പോൾ രാത്രി അധ്വാനവും നിരാശകളുമൊക്കെ അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് വലയിറക്കിയ ശീമോന്റെ പടക് നിറച്ചും വല നിറച്ചും അവന് വേണ്ടി കൊടുക്കുവാൻ ദൈവശക്തനായിരുന്നെങ്കിൽ ഇന്ന് പലക്കാലം ആത്മാവ് ഇടപെടുകയാ. ചില വിഷയങ്ങളൊക്കെ പെൻഡിങ് കിടക്കുകയാണ്. ആളുകളെ നീ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? എൻ്റെ യാചന ദൈവം കേൾക്കുന്നില്ലേ? എൻ്റെ കുടുംബത്തിൽ ദൈവം ഇടപെടുന്നില്ലേ? എൻ്റെ തലമുറയിൽ ദൈവം ഇടപെടുന്നില്ലേ എന്ന് പറഞ്ഞ് പലപ്പോഴും വ്യാകുലപ്പെടുമ്പോൾ ഇന്ന് കാലം പരിശുദ്ധാത്മ പറയുകയാ, മുന്നോട്ടിറങ്ങുവാൻ, ആഴത്തിലേക്ക് ഇറങ്ങുവാൻ എന്നെ നിന്നെ തന്നെ ഏൽപ്പിച്ചു തരട്ടെ. ഞാൻ അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഇന്ന് പലകാലം ആത്മാവ് ഇടപെടുകയാ. ദൂതിന്റെ സമയം കഴിഞ്ഞല്ലോ, വാഗ്ദത്തത്തിന്റെ സമയം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നീ വ്യാകുലപ്പെടരുത്, വ്യാകുലപ്പെടരുത്. സ്വർഗം ചിലത് പ്രവർത്തിക്കാൻ പോകുകയാ. പ്രവർത്തിക്കാൻ പോകുകയാ. 3 മാസത്തിനകമായി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നിന്റെ ഭവനത്തിലേക്ക് അയക്കാൻ പോകുകയാ.
ജമന റഗടകദല ഭവിഷ്യമര എന്താ എന്ന് ആമേ രൂത്തിനോട് ചോദിച്ചതുപോലെ, നവമി ചോദിച്ചതുപോലെ ചോദ്യങ്ങൾ അമ്പുപോലെ നിന്റെ ഹൃദയത്തെ കൊള്ളുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ ശക്തിയോടെ പറയുന്നു, ഞാൻ അതിനെ മാറ്റാൻ പോകുകയോ, ആമേൻ, വഴി തുറക്കാൻ പോകുകയോ, പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കാൻ പോകുകയോ, നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ പോകുകയോ. ഓ കുറിച്ചിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുക, കുറിച്ചിട്ട് ജാഗരിച്ചു കൊള്ളുക. എന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. നിന്റെ ശരീരത്തോട് ശത്രു പോരാടി, ശരീരത്തോട് പോരാടി എന്നെ ഒതുക്കി കളയുവാൻ വീഴ്ച വരുത്തി നിന്നെ ഒതുക്കി കളയാൻ ശത്രു പരിശ്രമിച്ചതാണ്. അവിടെയും താങ്ങിയ ദൈവത്തിന്റെ കരം, അവിടെ വിടുവിച്ച ദൈവത്തിന്റെ കരം ഇന്ന് പലകാലം നിന്നോട് കൂടെയുണ്ട്. യേശുവിനെ നാളുകളിൽ ശക്തിയോടെ ആരാധിച്ച് ആമെ പ്രാർത്ഥിച്ച് ആമെ സമയങ്ങളെ വേർതിരിച്ച് പ്രാർത്ഥിച്ച് ആമെ പ്രാർത്ഥനയുടെ സമയങ്ങളെ ദീർഘിപ്പിച്ച് എന്നെ ശക്തിയോടെ മുന്നേറുന്നുവെങ്കിൽ നിന്റെ തലകുനിയാൻ ദൈവം അനുവദിക്കുന്നവനല്ലെന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പറയുകയാ. യേശുവിന്റെ നാമത്തിൽ സകല പോരുകളുടെ മേൽ, പോരാട്ടങ്ങളുടെ മേൽ ഇന്ന് വലക്കാലം ജയമെടുക്കുകയാ. ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ, ഓ യേശുവിന്റെ നാമത്തിൽ കഴിവ് നോക്കി പ്രവർത്തിക്കുന്നവനല്ല, വിദ്യാഭ്യാസം നോക്കി പ്രവർത്തിക്കുന്നവനല്ല, ജ്ഞാനം നോക്കി ഉപയോഗിക്കുന്നവനല്ല. ചെളിക്കകത്ത് പുതഞ്ഞു പോകേണ്ട സ്ഥാനത്ത്, മണ്ണിനകത്ത് ഒതുങ്ങിപ്പോകേണ്ട സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെ വിടുവിച്ചെടുത്ത ദൈവമെങ്കിൽ, പിടിച്ചെഴുന്നേൽപ്പിച്ച ദൈവമെങ്കിൽ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം നിന്നെ ഉയർത്തിയെടുത്ത വഴികൾ ദൈവാത്മാവ് കാണിക്കുകയാ. ഞാൻ എന്തിന് ജീവിക്കുന്നു, എന്തിനിങ്ങനെ പോകുന്നെന്ന് നീ പറഞ്ഞ സ്ഥാനത്ത് എന്നെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുടുംബത്തിന് വേണ്ടി ജാഗരിക്കുവാൻ ദൈവജനത്തെ ഒരുക്കി നിർത്തി അതിനെ മറുപടി നീ കണ്ടവനാണെന്ന് എന്ന് പൽക്കാലം ആത്മാവ് ഇടപെടുകയാ. മരണം കുടുംബത്തിൽ കയറ്റി ഒരു വിലാപ ഭവനമാക്കി നിന്റെ ഭവനത്തെ തീർത്ത് ദേശത്ത് നിന്നയാക്കാൻ ശത്രു ശ്രമിച്ച സ്ഥാനത്ത് എന്നെ വിടുതലിന്റെ കരം നീട്ടി ഞാൻ നിന്നെ വിടുവിച്ച ദൈവമല്ലേ, കുടുംബത്തെ വിടുവിച്ച ദൈവമല്ലേ എന്ന് ഇന്ന് വൽക്കാലം ആത്മാവ് സംസാരിക്കുകയാ. ശൂന്യ പ്രദേശങ്ങൾ കൂടെ നടക്കുന്ന വ്യക്തിയെ പോലെ, പർവ്വതത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്ന വ്യക്തിയെ പോലെ നിന്റെ ജീവിതം ശൂന്യതയാക്കാൻ, നിസ്സാരമാക്കാൻ ഒരു കൊച്ചു കുഞ്ഞു വാവിട്ട് നിലവിളിക്കുന്നത് പോലെ രാത്രിയുടെ യാമങ്ങൾ നിലവിളിച്ച സമയങ്ങളിലൊക്കെ ഏലിയാവിന് വേണ്ടി കാക്കയച്ചതുപോലെ കാക്കയച്ച് ഞാൻ നിന്നെ വിടുവിച്ചെടുത്ത ദൈവമെന്നും ഇന്ന് പലകാലം ദൈവാത്മാവ് ഇടപെടുകയാ. ഉടബല 2 പ്രാവശ്യം നിന്റെ ശരീരത്തോട് പോരാടി, 2 പ്രാവശ്യം ഉടബലപര മരണത്തിലേക്ക് നയിക്കത്തക്കവണ, നിന്നെ കെട്ടിയിടത്തക്കവണ, നിന്നെ ഒതുക്കത്തക്കവണ ദുഷ്ടന്റെ പോരുകൾ ഉയർന്ന സ്ഥാനത്ത് ഞാൻ വിടുവിച്ച ദൈവമെന്ന് ഇന്ന് പലകാലം ആത്മാവ് സംസാരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ പിന്മാറ്റത്തിൽ നിൽക്കുന്ന ജീവിതങ്ങൾ, കുടുംബത്തിനകത്ത് കുടുംബ ബന്ധങ്ങളിൽ പുറകോട്ട് നിൽക്കുന്ന ജീവിതങ്ങളെ നാളുകൾ ഞാൻ സന്ദർശിക്കുന്ന ദൈവമെന്ന്, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഞാൻ ഇടപെടുന്ന ദൈവമെന്ന് ആത്മാവ് ഇടപെടുകയാ. ഓ റബല യേശുവിന്റെ നാമത്തിൽ എല്ലാ പോരുകളും, എല്ലാ പോരാട്ടങ്ങൾ, കുടുംബത്തോട് പോരാടുന്ന ചില പാരമ്പര്യ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ
അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുമ്പോൾ ചാർച്ചക്കാരെ പിതൃഭവനത്തെ സ്വദേശത്തെ വിട്ടിറങ്ങാൻ പറഞ്ഞ സ്ഥാനത്ത് അബ്രഹാം അനുസരിച്ചിറങ്ങിയെങ്കിൽ അവനെ സകലത്തിലും അനുഗ്രഹിച്ച ദൈവം കഴിഞ്ഞ നാളുകളിൽ ആമെ കൈമലർത്തി എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നാൽക്കവല നിൽക്കുന്ന വ്യക്തിയെ പോലെ നിന്ന് വലഞ്ഞ സന്ദർഭമുണ്ട്. എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ വലഞ്ഞ സമയമുണ്ട്. അവിടെയൊക്കെ വഴി ചൂണ്ടിക്കാണിച്ച് നിന്നെ നടത്തുവാൻ ദൈവ ശക്തനായിരുന്നില്ലേ എന്ന് ഇന്ന് പൽക്കാലം ആത്മാവ് ഇടപെടുകയാ. അർഹതയില്ലാത്ത കസേരയിൽ നിന്നെ ഇരുത്തി നിന്നെ മാനിക്കത്തക്കവണ്, നിന്നെ തല ഉയർത്തത്തക്കവണ് ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനായിരുന്നെങ്കിൽ നിനക്ക് വിരോധമായി കുറ്റം എഴുതി ഉണ്ടാക്കി, പരാതി എഴുതി ഉണ്ടാക്കി, അപമാനം എഴുതി ഉണ്ടാക്കി എന്നെ തകർക്കുവാൻ ശത്രു പദ്ധതിയിട്ട സമയമുണ്ട്. അവിടെ ഞാൻ നിന്നെ വിടുവിച്ച ദൈവമെന്ന്, ഞാൻ നിന്നെ മാനിച്ച ദൈവമെന്ന് ഇന്ന് തൽക്കാലം ആത്മാവ് ഇടപെടുകയാ. നേരം വെളുപ്പിക്കാൻ കഴിയാതെ ധാരപ്പെട്ട സന്ദർഭങ്ങളുണ്ട്, വിഷമിച്ച സന്ദർഭങ്ങളുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഞാൻ നിന്നെ സഹായിച്ച, ഞാൻ നിന്നെ ആദരിപ്പാൻ ശക്തനായിരുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. നിന്റെ ആത്മീയ ജീവിതത്തിന്മേൽ പലരും കുറ്റങ്ങൾ പറഞ്ഞ്, പലരും പഴി പറഞ്ഞ് നിന്നെ നിന്ദിച്ച സമയമുണ്ട്. എന്നാൽ അവിടെ ഞാൻ നിന്നെ നിർത്തുക മാത്രമല്ല, നിന്നെ നിന്ദിച്ചവരെ നിന്റെ പാതയിൽ കൊണ്ടുവന്ന ദൈവമെന്ന് ഇന്ന് തൽക്കാലം ആത്മാവ് ഇടപെടുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ നാളുകളിൽ ശക്തിയോടെ മുന്നേറട്ടെ. നീ പേര് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിഷയത്തിന്മേൽ, വ്യക്തികളുടെ വിഷയത്തിന്മേൽ ഞാൻ സന്ദർശിപ്പാൻ ശക്തനെന്ന്, ഞാൻ ഇടപെടാൻ ശക്തനെന്ന് ദൈവാത്മാവ് ഇടപെടുന്ന യേശുവിന്റെ നാമത്തിൽ സകല പോരാട്ടങ്ങളുടെ മേൽ ഇന്ന് തൽക്കാലം ജയമെടുക്കുകയാ. സ്തോത്രം ചെയ്തേ എല്ലാവരും സ്തോത്രം ചെയ്തേ യേശുവിന്റെ നാമത്തിൽ. യേശുവായിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ എന്നാ ഉറങ്ങിയല്ല. ഹലോ, ഒന്ന് സ്തോത്രം ചെയ്ത് നന്നായിട്ട് കരങ്ങളടിച്ചൊന്ന് സ്തോത്രം ചെയ്തേ യേശുവിന്റെ നാമത്തിൽ. ഉറങ്ങിയച്ച് പോകാനല്ല, വിടുതൽ പ്രാപിച്ച് പോകാൻ വേണ്ടിയാ. ദൈവാത്മാവ് ഇടയ്ക്ക് കയറിയെങ്കിൽ നാമത്തിൽ ജയമെടുക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. പോരുകൾ അഴിയട്ടെ. ഗ്ലോറി. അക്കാര്യം എടുത്തൊരിക്കലും ദൈവത്തെ സ്തുതിച്ചേ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വൈകിട്ടും ദൈവാത്മാവ് ഇടപെടേണ്ടതിന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ അഭിഷിക്തനെ ശക്തമായി വചനങ്ങളിലൂടെ, ദൈവിക ദൂതുകളിലൂടെ നമ്മുടെ മധ്യേ ശക്തമായി ഉപയോഗിക്കുകയായിരുന്നു. കർത്താവ് അത്ഭുതം അരവമായി ഹല്ലേലൂയ നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. നമ്മുടെ നിലകളും വിലകളും അറിഞ്ഞ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ വാസ്തവമായും ഹല്ലേലൂയ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇസ്രായേൽ ജനം പറഞ്ഞു, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സകാലവും സകല ദർശനത്തിൻ്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദർശനം നൽകിയ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, ദർശനത്തിന് ഹല്ലേലൂയ ദൈവം ഒരു അവധി വെച്ചിരിക്കുകയാണ്. അത് അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ.
ദൈവം പിന്നെയും പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല. ദൈവ പൈതലേ, ഹല്ലേലൂയ, നമ്മോട് ദൈവം പറഞ്ഞ വചനങ്ങൾ, ഹല്ലേലൂയ, അത് നിവർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന്. അത് ഇനി, ഹല്ലേലൂയ, താമസിക്കുകയില്ല. ഹല്ലേലൂയ, ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവർത്തിയാകുമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, നമ്മുടെ ദൈവം വെറുതെ വാക്ക് പറയുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം പോഷ്ക്ക് പറയുന്ന ദൈവമല്ല. തൻ്റെ ഭക്തന്മാരോട് ഒരു വാക്ക് പറഞ്ഞ് അത് നിവർത്തിക്കുന്ന ദൈവമെന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിന് ഒന്നുകൂടെ ഉറപ്പ് നൽകിയല്ലോ. ഹല്ലേലൂയ, നിരന്തരമായി ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ ഇടപെട്ടല്ലോ. ഹല്ലേലൂയ, അതുകൊണ്ട് നമ്മൾ, ഹല്ലേലൂയ, ധൈര്യപ്പെടാതെ ഈ ദിവസങ്ങളിൽ ദൈവകൃപയോടെ ദൈവശക്തിയോടെ, ഹല്ലേലൂയ, ഒന്നുകൂടെ പ്രത്യാശ പുതുക്കിക്കൊണ്ട് ഒന്നുകൂടെ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ ശക്തമായി നമ്മോട് ആഹ്വാനം ചെയ്തപ്പോൾ അത് നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് എന്നെ വിളിച്ചവൻ വിശ്വസ്തനെന്ന്, ഹല്ലേലൂയ, പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, അവൻ വാക്കുമാറാത്തവൻ, അത് നിവർത്തിക്കും. അവൻ എന്നോടുള്ള വാഗ്ദത്തങ്ങൾ വേഗം നിവർത്തിച്ചു തരും. എൻ്റെ സഭയോടുള്ള വാഗ്ദത്തങ്ങൾ, എൻ്റെ ശുശ്രൂഷയോടുള്ള, എൻ്റെ കുടുംബത്തോടുള്ള വാഗ്ദത്തങ്ങൾ അവൻ നിവർത്തിക്കുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഹല്ലേലൂയ, അമേ മങ്ങിയും മയങ്ങിയും ഇരിക്കുന്ന അനുഭവം വിട്ടുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്നുകൂടെ അടുത്ത് ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ആഹ്വാനം ചെയ്തത്. നമുക്ക് ആ ദൂതം ഏറ്റെടുക്കാം. നമുക്ക്, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, എല്ലാവരും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്നാൽ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ഉപവാസത്തെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഏത് വിഷയത്തിന്മേലൊക്കെ കർത്താവേ ജനമൂടെ കടന്നു വന്ന് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിടുതൽ കാണുവാൻ, കർത്താവേ, അതിൻ്റെ സമാധാനം കാണുവാൻ, സന്തോഷം കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. കർത്താവേ, ആരെങ്കിലും നീറുന്ന വിഷയങ്ങളോടെ, ഭാരപ്പെടുന്ന വിഷയങ്ങളോടെ കടന്നു വന്ന് ഉപവസിക്കുന്നുവെങ്കിൽ അതിന്മേൽ ദൈവത്തിൻ്റെ വിടുതൽ കാണണമേ. ആരെങ്കിലും രോഗത്താലോ, ഭാരത്താലോ, കടഭാരത്താലോ, കുടുംബ തകർച്ചയിലോ ഒക്കെ കർത്താവേ ഈ ഉപവാസത്തിൽ സംബന്ധിക്കുന്നുവെങ്കിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ കരം വെച്ച് അവരുടെ വിഷയങ്ങളെ കർത്താവ് വിടുവിച്ച് സമാധാനത്തോടെ അയക്കുന്ന സമാധാനത്തിൻ്റെ പ്രഭു ഞങ്ങളുടെ നടുവിലൂടെ നടകൊള്ളുകയാൽ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഉപവാസത്തെ ഇത്രത്തോളം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനായി സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തോമസ് കുട്ടി പാസ്റ്റർക്കായി, കുടുംബത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഇവിടെ എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ഏൽപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വർഗീസ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ശുശ്രൂഷകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വടക്കേ ഇന്ത്യയിലൊക്കെ പോകുവാൻ ദൈവമേ, എവിടെയൊക്കെ ശുശ്രൂഷിപ്പാൻ ഒക്കെ ദൈവവസരങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കടന്നു വന്ന എല്ലാവരെയും തിരുമേനിയുടെ കരങ്ങളിൽ ഞങ്ങൾ ഇതാ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമാധാനത്തോടെ പോകുവാൻ, സന്തോഷത്തോടെ പോകുവാൻ, എൻ്റെ വിഷയങ്ങൾക്ക് വിടുതലായി കേൾക്കുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ഫിലിപ്പച്ചാനിലൂടെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആലോചനകൾ കർത്താവേ ഞങ്ങൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാൻ കർത്താവേ, വ്യക്തിപരമായി പലരോടും ദൂതുകൾ അറിയിച്ച് കർത്താവേ, ആ ദൂതുകൾ കർത്താവേ പിന്നത്തേതിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഫിലിപ്പച്ചാന്റെ യാത്രയിലെല്ലാം ദൈവം കൂടെ ഇരുന്നോ, തക്ക സമയത്ത് ഇവിടെ എത്തിച്ചോ. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ പ്രസ്താവിപ്പാൻ ദൈവം സഹായിച്ചോ. ഇന്ന് വൈകിട്ടും ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണമേ. കർത്താവേ, ദൈവത്തിൻ്റെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചയക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വൈകുന്നേരമുള്ള മീറ്റിംഗ് കൃത്യം 7 മണിക്ക് തന്നെ തുടങ്ങും. എല്ലാ ദൈവമക്കളും നേരത്തെ ഒരു 6:45 അല്ലെങ്കിൽ എത്തിച്ചേരുവാൻ പ്രൈസ് ദി ലോർഡ് അഭ്യർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ കൂട്ടി കടന്നു വരിക. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.